ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം, സ്ത്രീക്കും പുരുഷനും ഇസ്ലാം തുല്യ പദവിയാണ് കൽപ്പിച്ച് നൽകിയിട്ടുള്ളത്. പക്ഷെ പ്രയോഗത്തിൽ സ്ത്രീ സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന അനുഭവം, ഇതിന് എന്ത് ന്യായമാണ് പറയാനുള്ളത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതോടൊപ്പം തന്നെ സ്ത്രീ സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ചുള്ള ഇസ്ലാമിൻ്റെ ശാസ്ത്രീയമായ കാഴ്ചപ്പാട് അറിയാൻ ആഗ്രഹമുണ്ട്. സുഹൃത്ത് വിശ്വനാഥൻ്റെ ചോദ്യം വളരെ പ്രസക്തമാണ്. അദ്ദേഹം മനസ്സിലാക്കിയിട്ടുള്ളത് സ്ത്രീക്കും പുരുഷനും തുല്യ പ്രാധാന്യം നൽകുന്ന ദർശനമാണ് ഇസ്ലാം. സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള വീക്ഷണം എന്താണ്, എന്നാൽ ഇസ്ലാമിക സമൂഹത്തിൽ പ്രായോഗികമായി കാണപ്പെടുന്നത് സ്ത്രീ സ്വാതന്ത്ര്യത്തിനെതിരെയുള്ള ചലനങ്ങളാണ്. ഇതാണ് സുഹൃത്ത് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ ഒന്നാമതായി തന്നെ എനിക്ക് അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങളുമായി ഒരു വളരെ അഗാധ തലത്തിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. എന്താന്ന് വെച്ചാൽ, ഒന്നാമതായി സ്വാതന്ത്ര്യം എന്നുള്ള പദം അത് അർത്ഥമാക്കുന്ന എല്ലാ തലങ്ങളെയും ഇസ്ലാം അനുവദിക്കുന്നില്ല എന്നാണ് ആദ്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. സ്ത്രീക്കായിരുന്നാലും പുരുഷനായിരുന്നാലും സർവതന്ത്ര സ്വാതന്ത്ര്യമില്ല എന്നുള്ളതാണ്, ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. സ്ത്രീക്കും പുരുഷനും സർവതന്ത്ര സ്വാതന്ത്ര്യം, എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം, എങ്ങനെയും പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം, ഇത് ഇസ്ലാം അനുവദിക്കുന്നില്ല, സ്ത്രീക്കായിരുന്നാലും പുരുഷനായിരുന്നാലും. രണ്ടാമത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, എന്തെങ്ങനെയും പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് ഈ ദുനിയാവിൽ ഉണ്ടായിരുന്നതെങ്കിൽ ഈ ലോകം എന്നോ നശിച്ചു പോയേനെ എന്നുള്ള വസ്തുത നമുക്ക് പറയേണ്ടതില്ലല്ലോ. എങ്ങനെയും പ്രവർത്തിക്കാൻ പറ്റാത്തത് കൊണ്ടാണല്ലോ നിയമകൂടങ്ങളും ഭരണകൂടങ്ങളും പോലീസും പട്ടാളവും എല്ലാം ഉണ്ടാവുന്നത്. മൃഗങ്ങളുടെ ലോകത്ത് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അവർക്ക് ജനിതക കോഡുകളിൽ കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്, അതനുസരിച്ച് ഇങ്ങനെ പ്രവർത്തിച്ചു പോയാൽ മതി, അവിടെ ഒരു കുഴപ്പമില്ല. മൃഗങ്ങളുടെ ലോകത്ത് ദശലക്ഷക്കണക്കിന് സ്പീഷീസുകൾ ഉണ്ടായിട്ടും അവിടെ ഒരു നിയമലംഘനത്തിന്റെ പേരിൽ ഒരു കുഴപ്പം ഉണ്ടായതായിട്ട് നമുക്കറിയില്ല. അതേസമയം നമ്മളുടെ ലോകത്തോ ഒരു 10 മിനിറ്റ് ഒരു നിയമം ആരും അനുസരിക്കേണ്ടതില്ല എന്ന് പറഞ്ഞാൽ, ഒരു 10 മിനിറ്റ് ലോകത്ത് അന്താരാഷ്ട്ര തലത്തിൽ ഒരു നിയമം അനുസരിക്കേണ്ടതില്ല, എല്ലാവർക്കും ഇഷ്ടമുള്ളതെല്ലാം ചെയ്യാന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഈ ദുനിയാവിന്റെ കഥ, അവസ്ഥ ചിന്തിച്ചാൽ മതി. രണ്ടാമത്തെ സുഹൃത്തിന്റെ പരാമർശം, ഞാൻ ഇസ്ലാമിന്റെ വീക്ഷണത്തിലേക്ക് എത്താൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. രണ്ടാമത്തെ പരാമർശം സ്ത്രീ പുരുഷ സമത്വം, അത് ഇസ്ലാം അനുവദിക്കുന്നതാണ് എന്ന്. യഥാർത്ഥത്തിൽ അവിടെയും വിയോജിക്കേണ്ടതുണ്ട്. സമത്വം ഇസ്ലാം എന്നല്ല, പ്രകൃതി തന്നെ അംഗീകരിക്കാത്തതാണ്. സമത്വത്തെ കുറിച്ച് നമുക്ക് പറയാം. സത്യത്തിൽ സമത്വം എന്നുള്ള ആശയം സ്ത്രീവിരുദ്ധമായ തത്വശാസ്ത്രത്തിൽ നിന്ന് ആൺകോയ്മ വ്യവസ്ഥിതികൾ ഉണ്ടാക്കിയെടുത്ത ഒരു സുന്ദരമായ ആശയമാണ്. അതുപയോഗിച്ച് പെണ്ണിനെ പീഡിപ്പിക്കാൻ വേണ്ടി, അങ്ങനെയാണ് ഞാൻ പറയുക. സമത്വത്തെ കുറിച്ച് നമുക്ക് പറയാം. എന്താ സമത്വം? ആണും പെണ്ണും ഒരേപോലെ അധ്വാനിച്ച് ഒരേപോലെ സമ്പത്ത് കൊണ്ടുവന്ന് ഒരേ ഷെയർ എടുത്ത് കുടുംബം മുന്നോട്ട് പോകട്ടെ. എത്ര സുന്ദരമായ സമത്വസുന്ദരമായ മുദ്രാവാക്യം. ഇത് പറയാം നമുക്ക്. പക്ഷേ പെണ്ണിനോട് പറയാം ആണിനെ പോലെ നീയും സമ്പാദിക്കണം. പക്ഷെ ആണിനോട് പെണ്ണിനെ പോലെ നീ ഒന്ന് ഗർഭിണിയാകണമെന്ന് പറയാൻ നമ്മുടെ ഒരു ഫെമിനിസ്റ്റ് പ്രസ്ഥാനത്തിനും കഴിയില്ല. ആണിനോട് നീ പെണ്ണിനെ പോലെ ഒന്ന് കുഞ്ഞിന് മുലയൂട്ടണം എന്ന് പറയാൻ ഒരു ഫെമിനിസ്റ്റ് പ്രസ്ഥാനത്തിനും കഴിയില്ല. പെണ്ണിനെ പോലെ നീ കുഞ്ഞിന് ചെറുപ്പത്തിൽ വൈകാരികതയുടെ ഊഷ്മളതയിൽ കുഞ്ഞിനെ അവനായിരുന്നാലും അവളായിരുന്നാലും വളർത്തിക്കൊണ്ടുവരണം എന്ന് പറയാൻ ആർക്കും സാധ്യമല്ല. അവിടെ എന്താ, പ്രകൃതി തന്നെ ചില വ്യത്യാസങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പോ ഇവിടെ യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ ഈ രംഗത്തുള്ള വീക്ഷണം സ്ത്രീ പുരുഷ സമത്വമല്ല, സ്ത്രീ പുരുഷ പാരസ്പര്യമാണ് ആവശ്യം. രണ്ടു കൂട്ടരും സ്വതന്ത്രമായ അസ്തിത്വമുള്ളവരാണ്. രണ്ടു കൂട്ടരുടെയും മ്യൂച്വാലിറ്റിയിൽ നിന്നാണ്, പാരസ്പര്യത്തിൽ നിന്നാണ് കുടുംബം എന്ന അതിസുന്ദരമായ സ്ഥാപനം പിറവിയെടുക്കുന്നത്. ആ കുടുംബം എന്ന സ്ഥാപനത്തിന് കീഴിലാണ് നാളെയുടെ പൗരന്മാർ അവരുടെ അഭ്യാസങ്ങൾ പഠിക്കുന്നത്, അവർ വളർന്നു വരുന്നത്. ആ കുടുംബം എന്ന സ്ഥാപനം സ്ത്രീ പുരുഷ പാരസ്പര്യത്തിൽ അധിഷ്ഠിതമാകണം. അതിന് സ്ത്രീക്ക് അവളുടെ ബാധ്യതകളുണ്ട്, അതോടൊപ്പം അവൾക്ക് അവകാശങ്ങളുണ്ട്.
പുരുഷന് അവന്റെ ബാധ്യതകളുണ്ട്, അവനും അവകാശങ്ങളുണ്ട്. ഈ ബാധ്യതകൾ നിർവഹിക്കുകയും അവകാശങ്ങൾ പരസ്പരം അനുവദിച്ചു കൊടുക്കുകയും ചെയ്യുക വഴിയാണ് യഥാർത്ഥത്തിൽ സ്ത്രീ പുരുഷ പാരസ്പര്യം സാധ്യതമാവുക എന്നും അവിടെയാണ് സമാധാനം ഉണ്ടാവുക എന്നുമുള്ളതാണ് ഇസ്ലാമിന്റെ ഈ രംഗത്തുള്ള വീക്ഷണങ്ങളുടെ കാതൽ. ഖുർആനിലെ 2-ാമത്തെ അധ്യായം സൂറത്തുൽ ബഖറയിലെ 187-ാമത്തെ വചനത്തിൽ സ്ത്രീ പുരുഷന്മാരെ ഉപമിക്കുന്നത് വളരെ സുന്ദരമായൊരു ഉപമയുണ്ട്. ഹുന്ന ലിബാസുല്ലഹും വ അൻതുൽ ലിബാസുല്ലഹുന്ന. വളരെ ദീർഘമായ സൂറത്തിലെ ചെറിയ ഭാഗമാണ്. അവൾ നിന്റെ വസ്ത്രമാണ്, നീ അവളുടെയും വസ്ത്രമാണ്. അവൾ നിന്റെ വസ്ത്രമാണ്, നീ അവളുടെയും വസ്ത്രമാണ്. പുരുഷൻ സ്ത്രീയുടെ വസ്ത്രം, സ്ത്രീ പുരുഷന്റെ വസ്ത്രം. എന്താ വസ്ത്രം എന്ന് പറഞ്ഞാൽ? എന്താണ് വസ്ത്രം? വസ്ത്രം എന്താ? വസ്ത്രം നാണം മറക്കാനുള്ളതാണ് ഒന്നാമതായി. രണ്ടാമതായി ആഭിജാത്യത്തിന്റെ പ്രകടനമാണ്, നമ്മുടെ സംസ്കാരത്തിന്റെ പ്രകാശനമാണ് വസ്ത്രം. പുരുഷന് മറക്കാനുള്ളത് മറക്കാൻ, പുരുഷന്റെ ആഭിജാത്യത്തിന്റെ പ്രകടനമാകാൻ, സംസ്കാരത്തിന്റെ പ്രകാശനമാകാൻ, സ്ത്രീക്കും തിരിച്ചും സ്ത്രീയുടെ മറക്കേണ്ടത് മറക്കാൻ, അതേപോലെ തന്നെ സംസ്കാരത്തിന്റെ പ്രകാശനമാകാൻ, ആഭിജാത്യത്തിന്റെ പ്രകടനമാകാൻ പുരുഷനും സാധിക്കുമ്പോൾ നമുക്ക് അവിടെ അതിസുന്ദരമായൊരു കുടുംബാന്തരീക്ഷം കാണാൻ കഴിയും. ആ കുടുംബാന്തരീക്ഷത്തിന് മാത്രമേ സമാധാനപൂർണമായ ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ സാധിക്കൂ എന്നുള്ളതാണ് സത്യസന്ധമായ വസ്തുത. ഇന്ന് പാശ്ചാത്യ ലോകമെല്ലാം അങ്ങോട്ടാ വരണത്. നമുക്കറിയാലോ, കുടുംബം തകർന്നുകൊണ്ടിരിക്കുന്നു. തന്നെ തകർന്ന് തരിപ്പണമായ പാശ്ചാത്യ സംസ്കൃതി, ആ സംസ്കൃതി ഇന്ന് കുടുംബത്തെ പുനഃസ്ഥാപിക്കാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. പക്ഷെ കഴിയുന്നില്ല. അത് മറ്റൊരു വശമാണ്. അപ്പൊ എന്തുകൊണ്ട് ഈ അവർക്ക് സാങ്കേതിക തികവുണ്ട്, പണമുണ്ട്, ബാക്കി എല്ലാ കഴിവുകളുണ്ട്, എല്ലാ തരത്തിലുള്ള എന്റർടൈൻമെന്റ് ഉണ്ട്. പക്ഷെ എന്താ, പുതിയ തലമുറ മരണത്തെ തെരഞ്ഞെടുക്കുന്ന അവസ്ഥ എത്തുന്നു. മരണത്തെ തെരഞ്ഞെടുക്കുന്ന നമ്മൾ കേട്ടിട്ടുള്ളതാണ്. കഴിഞ്ഞ 10 കൊല്ലത്തിന്റെ ഉള്ളിൽ ഏറ്റവും അധികം വിറ്റഴിക്കപ്പെട്ട ആംഗ്ലേയ പുസ്തകങ്ങളുടെ, ഇംഗ്ലീഷ് പുസ്തകങ്ങളുടെ ലിസ്റ്റിൽ ഒരു പുസ്തകം പ്രത്യേകം ശ്രദ്ധേയമായിരുന്നു. ഡിറക് ഹംഫ്രയുടെ ദ ഫൈനൽ എക്സിറ്റ്. എന്താ ദ ഫൈനൽ എക്സിറ്റിന്റെ പ്രമേയം? ഏതെങ്കിലും നോവലല്ല, മറ്റെന്തെങ്കിലും സയൻസ് ഫിക്ഷൻ ഒന്നുമല്ല. പിന്നെന്താ? ദ ഫൈനൽ എക്സിറ്റ് മലയാളത്തിൽ അതേപോലെ ട്രാൻസ്ലേറ്റ് ചെയ്താൽ ഒടുക്കത്തെ വഴി എന്നാണ്. ഒടുക്കത്തെ വഴി. ആ ഒടുക്കത്തെ വഴി ഡിറക് ഹംഫ്രെ എഴുതിയിട്ടുള്ളത് ഏറ്റവും സുഖസുന്ദരമായി മരിക്കാനുള്ള മാർഗങ്ങളാണ്. വേദനാരഹിതമായി സുഖസുന്ദരമായി മരിക്കാനുള്ള ശാസ്ത്രീയ മാർഗങ്ങൾ വിശദീകരിച്ച പുസ്തകം ബെസ്റ്റ് സെല്ലറുകളിൽ പെടുന്നു. ഞാൻ സൂചിപ്പിക്കുന്നത് ഈ രൂപത്തിൽ ടെൻഷനുകളും ഈ രൂപത്തിൽ സമാധാനമില്ലായ്മയും ശാന്തിയില്ലായ്മയും സംഭാവന ചെയ്യാനാണ് ഈ കുടുംബമില്ലാത്ത സംസ്കൃതിക്ക് കഴിഞ്ഞിട്ടുള്ളത്. കുടുംബം അടിസ്ഥാനപരമായി മനുഷ്യന്റെ സ്വഭാവ രൂപീകരണത്തിൽ സമാധാനത്തിന് അനിവാര്യമായിട്ടുള്ള സ്ഥാപനമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞാൻ പറഞ്ഞു വരുന്നത്, ആ കുടുംബം എന്ന അടിസ്ഥാന സ്ഥാപനത്തെ താങ്ങി നിർത്തുന്ന 2 സ്വതന്ത്രമായ തൂണുകളാണ് പുരുഷനും സ്ത്രീയും. എന്നാൽ ആ തൂണുകൾ പാരസ്പര്യത്തോടുകൂടി താങ്ങുമ്പോൾ മാത്രമേ കുടുംബം നിലനിൽക്കൂ. അവിടെ ഒരു തൂണ് മറ്റേ തൂണ് പോലെ തൂണാകാൻ ശ്രമിച്ചാൽ, അല്ലെങ്കിൽ ഈ തൂണ് മറ്റേ തൂണാകാൻ ശ്രമിച്ചാൽ എന്താ ഉണ്ടാവുക? കുടുംബം പൊളിയും. ഇതേപോലെ തന്നെ സ്ത്രീ പുരുഷന്മാർ, സ്ത്രീക്ക് അവളുടേതായ ജൈവികമായ സവിശേഷതകളുണ്ട്, പുരുഷന് സവിശേഷതകളുണ്ട്. ആ സവിശേഷതകൾ ഉൾക്കൊണ്ടുകൊണ്ട് സർവേശ്വരനായ തമ്പുരാൻ ഓരോരുത്തർക്കും ആവശ്യമായ നിയമങ്ങൾ നൽകിയിട്ടുണ്ട്. ആ നിയമങ്ങൾ കൃത്യമായി മാനവികതയിൽ അധിഷ്ഠിതമാണ്. ഒരാൾ മറ്റേയാള് അവഗണിക്കുവാനോ, ഒരാൾ മറ്റേയാളെക്കാൾ ഏതെങ്കിലും തലത്തിൽ അഹങ്കാരം നടിക്കുവാനോ സാധ്യമല്ലാത്ത വിധത്തിലുള്ള നിയമസംഹിതകളാണ് നൽകിയിട്ടുള്ളത്. അവിടെ നമുക്ക് കാണാൻ കഴിയും, സ്ത്രീയും പുരുഷനും ഒരേ ആത്മാവിന്റെ പാതികളാണ് എന്ന പ്രഖ്യാപനം. അവിടെ ഈ പാതികളാണെന്നുള്ള പ്രഖ്യാപനം വളരെ പ്രസക്തമാണ്. ഇന്ന് ആ പ്രഖ്യാപനത്തിന്റെ അർത്ഥതലങ്ങൾ നമുക്ക് അത്ര പ്രസക്തമായി തോന്നിക്കൊള്ളണമെന്നില്ല. എന്നാൽ 16-ാം നൂറ്റാണ്ടിൽ പോലും മതരംഗത്തുണ്ടായിരുന്ന ചർച്ച പെണ്ണിന് ആത്മാവുണ്ടോന്നായിരുന്നു. പെണ്ണിന് ആത്മാവുണ്ടോ എന്ന് യൂറോപ്പ് ചർച്ച ചെയ്തിരുന്നു. യൂറോപ്പിലെ മതപുരോഹിതന്മാർ ചർച്ച ചെയ്തിരുന്നത് പെണ്ണിന് ആത്മാവുണ്ടോ. ഒരു കൂട്ടര്, വേറൊരു കൂട്ടരോ ആത്മാവുണ്ട് എന്ന് പറഞ്ഞ ആളുകൾ വീണ്ടും ചർച്ച, ഉള്ള ആത്മാവ് ആരുടേതാണ്? ചെകുത്താന്റെ ആത്മാവാണോ മനുഷ്യന്റെ ആത്മാവാണോ? ഇതായിരുന്നു അവസ്ഥ. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, യാ അയ്യുഹന്നാസ് തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ വബസ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ. ഖുർആനിലെ 4-ാമത്തെ അധ്യായം സൂറത്തുൻ നിസാഇലെ 1-ാമത്തെ വചനം.
മനുഷ്യരെ, നിങ്ങൾ സർവേശ്വരനായ തമ്പുരാനെ സൂക്ഷിച്ച് അവന്റെ മാർഗനിർദ്ദേശ പ്രകാരം ജീവിക്കുക. അവനാരാണ്? നിങ്ങളെ ഒരേ ആത്മാവിൽ നിന്ന് സൃഷ്ടിച്ചവൻ, ആ ആത്മാവിൽ നിന്ന് തന്നെ നിങ്ങളുടെ ഇണകളെയും സൃഷ്ടിച്ചവൻ. ആ ഇണകിയിൽ നിന്നും ആത്മാവിൽ നിന്നുമായി സ്ത്രീ പുരുഷന്മാരെ ഭൂമിയിൽ വ്യാപരിപ്പിച്ചവൻ. അതെ, ഒരേ ആത്മാവിന്റെ രണ്ട് പാതികളാണ് സ്ത്രീ പുരുഷന്മാർ. ഒരേ ആത്മാവിന്റെ രണ്ട് പാതികൾ എന്ന് പറയുമ്പോൾ അവയുടെ സമ്യക്കായ സമ്മേളനത്തിലൂടെ മാത്രമേ പൂർണ്ണതയുണ്ടാകൂ. അതേസമയം ഒന്ന് മറ്റേതല്ല, ഇതുമല്ല. സ്ത്രീ പുരുഷ സമത്വം വാദിക്കുന്ന ആളുകൾ പലപ്പോഴും എന്താ സ്ത്രീയോട് പറയാ പുരുഷനാകാൻ വേണ്ടി ശ്രമിക്കാനാണ്. അപ്പോ പുരുഷന് സ്ത്രീയേക്കാൾ എന്തോ ഒരു ജൈവികമായ പ്രത്യേകത ഉണ്ടെന്നാണ് അതിന്റെ അർത്ഥം. എന്താ? പുരുഷനെ പോലെയാവുക എന്നാണ്. പുരുഷനെ പോലെയാവുക എന്നാണ് സ്ത്രീയോട് ഫെമിനിസ്റ്റുകൾക്ക് പറയാനുള്ളത്. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും പുരുഷനെ പോലെ ആകാൻ പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? പുരുഷാസ്തിത്വത്തിന് ജന്മനാ തന്നെ എന്തോ ഒരു പ്രത്യേകത ഉണ്ടെന്നോ? ഇല്ല, ഇസ്ലാം പറയുന്നത് ഇല്ല എന്നാണ്. പുരുഷനേക്കാൾ പ്രാധാന്യം പ്രകൃതിപരമാക്കി നോക്കിയാൽ സ്ത്രീക്കാണ് എന്നും സ്ത്രീ നാളെയുടെ മാതാവാണ് എന്നും അതുകൊണ്ട് പുരുഷനായിരുന്നാലും സ്ത്രീ ആയിരുന്നാലും ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യന് കടപ്പാടുള്ളത് മാതാവിനോടാണ് എന്നും, കാരണം മാതാവാണ് നാളെയുടെ സന്താനങ്ങൾക്ക് ആവശ്യമായ ഭൗതികമായ വൈകാരികമായ ഊർജം നൽകി വളർത്തുന്നത് എന്നും പഠിപ്പിച്ച ദർശനമാണ് ഇസ്ലാം. അതോടൊപ്പം തന്നെ അവകാശങ്ങളെ കുറിച്ച് പറയുമ്പോൾ കൃത്യമായ അവകാശങ്ങളെ നിർവചിച്ച ആദർശമാണ് ഇസ്ലാം. നിങ്ങൾ നോക്ക്, 18-ാം നൂറ്റാണ്ടിന് മുൻപുള്ള ഒരു ഗ്രന്ഥത്തിലും, മതഗ്രന്ഥമാകട്ടെ മറ്റ് ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളാകട്ടെ, എവിടെയും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല സ്ത്രീക്ക് ഏതെങ്കിലും അവകാശങ്ങളുണ്ട് എന്ന പ്രഖ്യാപനം. സ്ത്രീക്ക് എന്തെങ്കിലും അവകാശം, അവളുടെ ബാധ്യതകളെ കുറിച്ച് നിങ്ങൾക്ക് കാണാം. 18-ാം നൂറ്റാണ്ടിന് മുമ്പ് രചിക്കപ്പെട്ട മതപരമോ മതേതരമോ ആയ ഏതേത് ഗ്രന്ഥം എടുത്തോളൂ, അവിടെയൊന്നും സ്ത്രീയുടെ അവകാശങ്ങളെ കുറിച്ച് പ്രഖ്യാപനം കാണാൻ കഴിയില്ല. എന്നാൽ പരിശുദ്ധ ഖുർആൻ ഇവിടെ വേറിട്ട് നിൽക്കുന്നു. ഖുർആൻ 2-ാമത്തെ അധ്യായം സൂറത്തുൽ ബഖറയിലെ 228-ാമത്തെ വചനത്തിൽ കൃത്യമായി പഠിപ്പിക്കുന്നു, വലഹുന്ന മിസ്ലുല്ലദി അലൈഹിന്ന ബിൽ മഅറൂഫ്. അവൾക്ക് കേവലം ബാധ്യതകൾ മാത്രമല്ലയുള്ളത്, ന്യായപ്രകാരം ലഭിക്കേണ്ട അവകാശങ്ങളുണ്ട്. കേവല അവകാശങ്ങളുണ്ടെന്ന് പറയല്ല, അവളുടെ ജനനം മുതൽ മരണം വരെയുള്ള വ്യത്യസ്ത ഘട്ടങ്ങളിൽ മകളായി, ശിശുവായി, മകളായി, ഭാര്യയായി, സഹോദരിയായി, മാതാവായി, മുത്തശ്ശിയായി മാറുന്ന ഓരോ ഘട്ടങ്ങളിലും അവൾക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾ കൃത്യമായി നിർവചിച്ചു കൊടുക്കുന്നു പരിശുദ്ധ ഖുർആനും പ്രവാചക വചനങ്ങളും. ഇവിടെ അടുത്ത ചോദ്യം പ്രസക്തമാകുന്നു, എന്നാൽ ഇങ്ങനെയെല്ലാം ആണെങ്കിലും മുസ്ലിം സമൂഹം എന്ന രണ്ട് കുത്തിട്ട് ഒരു ചോദ്യചിഹ്നം ഇടുമ്പോൾ എനിക്ക് പറയാനുള്ളത് ഏത് സമൂഹവും തദൈവ എന്നാണ്. മുസ്ലിം സമൂഹം എന്നല്ല, ഏത് സമൂഹവും തദൈവ എന്നാണ്. എന്താ കാരണം? ഇവിടെ പുരുഷാധിപത്യപരമായ ആൺകോയ്മ വ്യവസ്ഥിതികൾ എക്കാലഘട്ടത്തിലും പല രൂപങ്ങളിൽ സ്ത്രീയെ ചൂഷണം ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ട്. ആൺകോയ്മ വ്യവസ്ഥകൾ, മതം ആൺകോയ്മയുടെ കൈകളിലാകുമ്പോൾ, പൗരോഹിത്യത്തിന്റെ കൈകളിലാകുമ്പോൾ ആ പൗരോഹിത്യം സ്ത്രീയെ ചൂഷണം ചെയ്യും. കാരണം സ്ത്രീക്ക് സ്വാഭാവികമായ ചില അബലതകളുണ്ട്, അവൾക്ക് പ്രകൃതി നൽകിയ ചില അബലതകളുണ്ട്. ആ അബലതകളുടെ രംഗത്ത് പുരുഷന്റെ സപ്പോർട്ട്, പുരുഷന്റെ താങ്ങ് ആവശ്യമുള്ളവനാണ് അവൾ. തീർച്ചയായും പുരുഷന്റെ താങ്ങ് സ്ത്രീക്ക് ആവശ്യമല്ല എന്ന് ഏത് ഫെമിനിസ്റ്റ് പ്രസ്ഥാനങ്ങൾ വാദിച്ചാലും അത് പ്രകൃതി വിരുദ്ധമാണ് എന്നുള്ളതാണ് സത്യം. ഫെമിനിസത്തിന്റെ ആഗോള ആചാര്യയായ സിമോൺ ഡി ബുബയെ പോലെയുള്ളവർ അവരുടെ ദ സെക്കൻഡ് സെക്സിനെ പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ കൃത്യമായി ഈ കാര്യം വ്യംഗ്യമായിട്ടെങ്കിലും അംഗീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ആ സപ്പോർട്ട് നൽകണമെങ്കിൽ, അത് ചൂഷണാധിഷ്ഠിതമാകാതിരിക്കണമെങ്കിൽ സ്ത്രീയെയും പുരുഷനെയും കൃത്യമായി അറിയുന്ന തമ്പുരാനിൽ നിന്നുള്ള നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാകണം അത്. ആ നിയമങ്ങളുടെ അടിസ്ഥാനത്തിലല്ലാതെ ആര് നിയമം ഉണ്ടാക്കിയാലും സ്ത്രീ വിരുദ്ധമായി തീരുകയാണ്. ഇന്ന് സ്ത്രീ സ്വാതന്ത്ര്യം ഉണ്ട്. എന്തിനാ സ്ത്രീ സ്വാതന്ത്ര്യം എന്നുള്ളത് ലോകത്ത്? ഇന്ന് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. എന്തിനുണ്ട് എന്ന ചോദ്യത്തിന് ഉത്തരം കാണണം നാം. ഇന്ന് വളരെ സ്വാതന്ത്ര്യമുണ്ടെന്ന് പറയുന്ന മേഖലകൾ, തൊഴിലിന്റെ മേഖല, വസ്ത്രധാരണത്തിന്റെ മേഖല. വസ്ത്രധാരണത്തിന്റെ വിഷയം പറയുമ്പോൾ ഇസ്ലാമിന്റെ വീക്ഷണം വളരെ സങ്കുചിതമാണ് എന്ന് പലപ്പോഴും ആരോപിക്കപ്പെടാറുണ്ട്. ആ ചോദ്യത്തിൽ വന്നിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. പക്ഷേ നമ്മൾ അറിയേണ്ടത്, മാന്യമായി വസ്ത്രം ധരിച്ചുകൊണ്ട് ജോലി ചെയ്യാൻ ഒരു പെണ്ണിനെ അനുവദിക്കുന്ന എത്ര സ്ഥാപനങ്ങളുണ്ട് ഈ ലോകത്ത് എന്നാണ്. ഒരു സ്ത്രീക്ക് അവൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് ഇന്ന സ്ഥാപനത്തിൽ പോകുവാൻ കഴിയുമെന്ന് പറയാൻ കഴിയുന്ന എത്ര സ്ഥാപനങ്ങളുണ്ട് ഈ ലോകത്ത്? ഒരു എയർ ഹോസ്റ്റസ്
ഒരു ഉന്നതമായ സ്ത്രീ ജോലി ചെയ്യുന്ന പിന്നെ ഒരു മേഖലയാണ്. എയർ ഹോസ്റ്റസ് ആകണമെങ്കിൽ എന്ത് വേണം? ആ വസ്ത്രം ആരാ തീരുമാനിക്കുക? ആരാണ് തീരുമാനിക്കുന്നത്? ഈ വസ്ത്രം വിമോചനത്തിന്റെ വസ്ത്രമായി അവളെ തെറ്റിദ്ധരിപ്പിക്കുന്നു. ആദ്യം നിന്റെ സൗന്ദര്യം അന്യ പുരുഷന്റെ മുന്നിൽ കാണിച്ചു കൊടുക്കുന്നതിലാണ് നിന്റെ ആത്മസായുജ്യം എന്ന് പഠിപ്പിക്കുന്നു. അതിനുവേണ്ടി മീഡിയ ഉപയോഗിക്കുന്നു, അവളെ മാനസികമായി അടിമയാക്കി മാറ്റുന്നു. എന്നിട്ട് വസ്ത്രം കൊടുക്കുന്നു. എന്താ ഈ വസ്ത്രത്തിന്റെ പിന്നിലെ മനഃശാസ്ത്രം? കച്ചവടത്തിന്റെ മനഃശാസ്ത്രം. അവർക്ക് പറയാനുള്ളത് എന്താ? കസ്റ്റമേഴ്സിനെ സംതൃപ്താക്കണം, അല്ലേ? കസ്റ്റമേഴ്സിനെ സംതൃപ്താക്കണം. ആര്? പെണ്ണ് തന്റെ സൗന്ദര്യം പ്രകടന വസ്തുവാക്കി മാറ്റി കസ്റ്റമേഴ്സിനെ സംതൃപ്തമാക്കണം. മാന്യമായി വസ്ത്രം ധരിക്കാൻ കഴിയുമോ? അവൾ ഇച്ഛിക്കുന്ന വസ്ത്രം ധരിക്കാൻ കഴിയുമോ? അതേസമയം പുരുഷനോ ഏത് പിന്നെ വിമാന കമ്പനി എടുത്തോളൂ, മുഖവും മുൻകൈ ഒഴിച്ച് ബാക്കി എല്ലാ ഭാഗവും മറച്ചിട്ട് ആ പുരുഷനോട് കയറാൻ പറഞ്ഞിട്ടുള്ള വിമാനത്തിൽ. മുഖവും മുൻകൈ ഒഴിച്ച് ബാക്കി എല്ലാ ഭാഗവും, കഴിയുമെങ്കിൽ ഹാറ്റും കൂടി ധരിച്ചോളൂ എന്നാ പറഞ്ഞിട്ടുള്ളത്. അതേസമയം സ്ത്രീക്ക് പല കമ്പനികൾ വ്യത്യസ്തം. ആ പെണ്ണിന്റെ ചിത്രം വെച്ചാണ് ഈ കമ്പനികളെല്ലാം ആളുകളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. 4.5 മണിക്കൂർ നിങ്ങൾക്ക് സൗന്ദര്യാത്മകമായ സൗന്ദര്യാത്മകമായ ആതിഥേയം വിളമ്പുവാൻ ആളുകളുണ്ട്. ഈ കമ്പനിയിലേക്ക് വരൂ, ഇന്ന ഫ്ലൈറ്റിലേക്ക് വരൂ, നട്ടണം. ഞാൻ ചോദിക്കുന്നത്, എവിടെ സ്വാതന്ത്ര്യം എന്നാണ്? അവളുടെ അടിസ്ഥാനപരമായ അവകാശങ്ങൾ പോലും, നാണം മറക്കുവാനുള്ള അവകാശം പോലും നിഷേധിക്കപ്പെട്ട് അതിന് സ്വാതന്ത്ര്യം എന്ന പേരും കൊടുത്ത് ഈ സ്വാതന്ത്ര്യം ഇസ്ലാം നിഷേധിക്കുന്നു എന്ന് പറയുമ്പോൾ ആ സ്വാതന്ത്ര്യം മുസ്ലിം സ്ത്രീക്ക് ഏതായിരുന്നാലും വേണ്ട എന്ന് പറയാനാണ് മുസ്ലിം സ്ത്രീകൾ ആർജവം കാണിക്കുന്നത് എന്ന് മാത്രമേയുള്ളൂ. യഥാർത്ഥത്തിൽ പുരുഷാധിപത്യപരമായ വ്യവസ്ഥിതികൾ തീർച്ചയായും അത് മതസമൂഹമായിരുന്നാലും ആൺകോയ്മയിൽ മതം വരുമ്പോൾ സ്വാഭാവികമായി എന്തുണ്ടാകുന്നു? അവിടെ സ്ത്രീ വിരുദ്ധതയുണ്ടാകുന്നു. ആ സ്ത്രീ വിരുദ്ധത സ്വാഭാവികമാണ്. അത് ഏത് മതമായിരുന്നാലും ഏത് സമൂഹമായിരുന്നാലും ഉള്ളതാണ്. അത് വേണ്ടത് ആൺകോയ്മയിൽ നിന്നും പെൺകോയ്മയിൽ നിന്നും കടന്നുപോയി സർവേശ്വരനായ തമ്പുരാന്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകണം. അപ്പോൾ മാനവികത നമുക്ക് കാണാൻ കഴിയും എന്നാണ് സുഹൃത്തിനോട് സൂചിപ്പിക്കാനുള്ളത്. എൻ്റെ പേര് പ്രസാദ്. ദൈവമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്നാണല്ലോ പറയാറുണ്ട്. ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം അനുസരിച്ച് നോക്കുമ്പോൾ കുരങ്ങനിൽ നിന്നാണ് മനുഷ്യൻ രൂപാന്തരപ്പെട്ടിരുന്നത് എന്നാണ്. അപ്പോൾ അതാണ് ശാസ്ത്രലോകം അംഗീകരിച്ചതും. എന്നാൽ ശാസ്ത്രം തെളിയിച്ച് തെറ്റാണോ എന്നാണ് ഇസ്ലാം പറയുന്നത്. ഡാർവിൻ്റെ പരിണാമവാദം അനുസരിച്ച് കുരങ്ങിൽ നിന്നാണ് മനുഷ്യനുണ്ടായത്. അപ്പം അതുകൊണ്ട് ഇസ്ലാം പറയുന്നത് തെറ്റല്ലേ? അഥവാ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു എന്ന് പറയുന്നത് തെറ്റല്ലേ എന്നാണ് സുഹൃത്തിൻ്റെ പ്രസാദിൻ്റെ ചോദ്യം. ഇവിടെ ഡാർവിന് പറയാം മനുഷ്യ കുരങ്ങുന്ന ഉണ്ടായത്. മറ്റൊരാൾക്ക് വേണമെങ്കിൽ പറയാം മനുഷ്യൻ ആകാശത്തു നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്നതാണ്. മറ്റൊരാൾക്ക് പറയാം മനുഷ്യൻ സമുദ്രത്തിൽ നിന്ന് ഡോൾഫിന് പരിണമിച്ചാണ് മനുഷ്യനുണ്ടായത്. ഇതെന്ത് പറയാനും ആർക്കും അവകാശമാണ്. പക്ഷേ ശാസ്ത്രലോകം അത് അംഗീകരിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ശാസ്ത്രീയമാണോ ഈ പറച്ചിൽ എന്ന പരിശോധന ഏറെ പ്രസക്തമാണ്. സുഹൃത്ത് പ്രസാദ് പറഞ്ഞതുപോലെ നമ്മളെല്ലാം മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് 6ാം ക്ലാസ്സിലെ പാഠപുസ്തകം മുതൽക്ക് തന്നെ പരിണാമ സിദ്ധാന്തം അഥവാ ഏകകോശ ജീവിയിൽ നിന്ന് ബഹുകോശ ജീവി അങ്ങനെ മാറി ഒരു നമ്മുടെ പൂർവികൻ കുരങ്ങല്ല, യഥാർത്ഥ ഇന്നത്തെ കുരങ്ങല്ല, നമ്മുടെയും ചിമ്പാൻസിയുടെയും പൂർവികനായ ഒരു കുരങ്ങുണ്ടായിരുന്നു. അതിൽ നിന്ന് ചിമ്പാൻസി ഉണ്ടായി, നമ്മളുണ്ടായി എന്നാ പറയണേ. അപ്പോ ഈ പൂർവികൻ കുരങ്ങുന്നില്ല എന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ നമ്മൾ പഠിപ്പിക്കപ്പെട്ടു, ശാസ്ത്രത്തിന്റെ പേരിൽ ഇങ്ങനെ നമ്മൾ പഠിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇന്നും ശാസ്ത്രത്തിന്റെ പേരിൽ. ഇത് ശരിയോ തെറ്റോ പരിശോധിക്കേണ്ടതാണ്. ഞാൻ ആമുഖമായി പരിശോധനയിൽ ഒരു പരിണാമവാദിയായ ആർതർ കീത്തിന്റെ ഒരു ഉദ്ധരണി ഉദ്ധരിക്കാൻ ആഗ്രഹിക്കുകയാണ്. പരിണാമവാദിയാണ് അദ്ദേഹം, പക്ഷെ പാശ്ചാത്യൻ പരിണാമവാദിയാണ്. നമ്മുടെ നാട്ടിലെ പരിണാമവാദികളായ സഞ്ചിമൃഗങ്ങളെ പോലെ കേവലം ആ രംഗത്ത് സത്യസന്ധതയില്ലാത്ത ഏർപ്പാട് പാശ്ചാത്യൻ പരിണാമവാദികൾ നടത്താറില്ല. ഇപ്പൊ ഞാനത് പറയുന്നത്
ഇപ്പൊ അത്യന്താധുനികമായ പരിണാമവാദ ഗ്രന്ഥങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ പോലും കാണാൻ സാധിക്കുന്ന ചില വസ്തുതകളിലേക്ക് ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടി, ഈ പാശ്ചാത്യൻ പരിണാമവാദിയായ ആർതർ കീത്ത് അദ്ദേഹം പച്ചയായി പറഞ്ഞു, പരിണാമ സിദ്ധാന്തം ഒരിക്കലും തെളിയിക്കാൻ കഴിയില്ല, ഒരിക്കലും തെളിയിക്കാൻ കഴിയില്ല. എന്നാൽ ഞങ്ങളത് വിശ്വസിക്കുന്നു. കാരണം പരിണാമവാദം വിശ്വസിച്ചിട്ടില്ലെങ്കിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് നമ്മൾ വിശ്വസിക്കേണ്ടി വരും. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാൻ പോലും സാധ്യമല്ലാത്തതാണ്. രോഗം പിടുത്തം കിട്ടിയല്ലോ, എന്താണ് പ്രശ്നം എന്ന് മനസ്സിലായല്ലോ. ഇത് സർ ആർതർ കീത്തിന്റെ മാത്രം അഭിപ്രായമല്ല. ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും ശക്തനായ പരിണാമവാദി എവർ സിൻസ് ഡാർവിൻ എന്ന പുസ്തകം എഴുതിയ സ്റ്റീഫൻ ജെ ഗോൾഡ്, അദ്ദേഹം എവർ സിൻസ് ഡാർവിൻ എന്ന പുസ്തകത്തിൽ തുറന്ന് സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. എവർ സിൻസ് ഡാർവിൻ എന്ന പുസ്തകം, ഡാർവിന് ശേഷം ഇതുവരെ എന്ന പുസ്തകം എഴുതിയ അദ്ദേഹം പരിണാമവാദിയാണ്. ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും ശക്തനായ പരിണാമവാദിയാണ്. അദ്ദേഹം സമ്മതിക്കുന്നത് പരിണാമവാദം, പരിണാമ സിദ്ധാന്തം സാധാരണ ശാസ്ത്ര സിദ്ധാന്തങ്ങൾ തെളിയിക്കുന്നത് പോലെ തെളിയിക്കാൻ സാധിക്കുന്ന ഒരു സിദ്ധാന്തമല്ല എന്നാണ് അദ്ദേഹം വളരെ പച്ചയായി പറയുന്നത്. എന്നിട്ട് അദ്ദേഹം ഇന്നലകളിലെ പരിണാമവാദത്തിന് വിരുദ്ധമായി പുതിയ ചില പരിണാമ പ്രക്രിയകളെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ഞാൻ സൂചിപ്പിക്കുന്നത് പരിണാമ സിദ്ധാന്തം തെളിയിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. സുഹൃത്തിന് ഞാൻ മനസ്സിലാക്കുന്ന ഒരു 10-24 വയസ്സായിട്ടുണ്ടാവുന്നുണ്ട് കേട്ടോ. എത്രയായി? 22 വയസ്സായി. സുഹൃത്തിന്റെ സ്കൂൾ പാഠപുസ്തകങ്ങളിൽ എനിക്ക് തോന്നുന്നത് നമുക്ക് മുൻപുള്ള മനുഷ്യരായി പരിചയപ്പെടുത്തിയിരുന്ന മനുഷ്യരെ, ഇപ്പൊ ഞാനുള്ള സ്കൂളിൽ പഠിക്കുമ്പോ പരിചയപ്പെടുത്തിയിരുന്ന, എനിക്ക് 36 വയസ്സ്. ഇപ്പൊ ഞാനുള്ള സ്കൂളിൽ പഠിക്കുമ്പോ എൻ്റെ പാഠപുസ്തകത്തിൽ നമ്മുടെ പൂർവികന്മാരായി പരിചയപ്പെടുത്തിയ ചില ആളുകൾ, ഒന്ന് നിയാണ്ടർദാൽ മാൻ, നിയാണ്ടർദാൽ മനുഷ്യൻ. 2 പിൽ ഡൗൺ മനുഷ്യൻ. ഇതെല്ലാം ആരായിരുന്നു എന്ന് ഇന്ന് നമുക്കറിയാം. ഇന്നും നമ്മളെ പാഠപുസ്തകത്തിൽ ഇവരെല്ലാം കേട്ടോ ഉണ്ടെന്നാണ് എൻ്റെ അറിവ്. 2-3 കൊല്ലം മുമ്പ് പോലും ഉണ്ടായിരുന്നു. ആരാണ് നിയാണ്ടർദാൽ മനുഷ്യൻ എന്നറിയോ? നിയാണ്ടർദാൽ എന്ന സ്ഥലത്ത് നിന്ന് കണ്ടെടുത്ത ചില അസ്ഥികൂടങ്ങൾ, അത് നോക്കിയപ്പോൾ മനുഷ്യന്റെ അസ്ഥികൂടങ്ങളുമായി സാമ്യമുണ്ട് താനും, എന്നാൽ ചില വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ മനുഷ്യന്റെ പൂർവികനാണ് നിയാണ്ടർദാൽ മനുഷ്യൻ എന്ന് വിചാരിച്ചു. പക്ഷേ കുറച്ചു കാലം കഴിഞ്ഞ് ഗവേഷണം നടത്തിയപ്പോഴാണ് എല്ല് ഞുരുമ്പിക്കുന്ന റിക്കറ്റ്സ് എന്ന് പറഞ്ഞ രോഗം ബാധിച്ച ആളുകളുടെ അസ്ഥികൂടാണ് ഇതെന്ന് മനസ്സിലായത്. പാശ്ചാത്യ ലോകം അത് വിട്ടു, പക്ഷെ നമ്മുടെ പുസ്തകത്തിൽ നിന്ന് അത് പോയിട്ടില്ല. പിൽ ഡൗൺ മനുഷ്യൻ, അതേ മനുഷ്യന്റെയും ആൾക്കുരങ്ങിന്റെയും നടുവിലുള്ള കണ്ണിയായി അവതരിപ്പിക്കപ്പെട്ട പിൽ ഡൗൺ മനുഷ്യന്റെ അവസ്ഥ എന്തായിരുന്നു? ശാസ്ത്ര ലോകത്ത്, പരിണാമ സിദ്ധാന്തത്തിന്റെ ലോകത്തെ പോലെ ഇത്രയധികം കള്ളത്തരങ്ങളും വഞ്ചനകളും നടന്ന മറ്റൊരു ലോകമല്ല. എന്താ കാരണം? നോക്കങ്ങൾ, പിൽ ഡൗൺ മനുഷ്യൻ എന്തായിരുന്നു അറിയോ? ശാസ്ത്ര ലോകത്ത് നമ്മളെല്ലാം പുസ്തകങ്ങളിൽ ഉണ്ടായിരുന്നു പിൽ ഡൗൺ മനുഷ്യൻ. പക്ഷെ പിന്നീട് മനസ്സിലായി, ഒരു ശാസ്ത്രജ്ഞൻ, അദ്ദേഹത്തിന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, അദ്ദേഹമാണ് ഇത് അവതരിപ്പിച്ചത്. അദ്ദേഹം ചെയ്തത് എന്താ വെച്ചാൽ, ഒരു മനുഷ്യന്റെ ഒരു പ്രത്യേക തരത്തിലുള്ള തലയോട്ടിയിൽ, അല്ല ഒരു കുരങ്ങിന്റെ തലയോട്ടിയിൽ ഒരു പ്രത്യേക വർഗം മനുഷ്യന്റെ താടിയെല്ല് വളരെ സമർത്ഥമായി യോജിപ്പിച്ചിട്ട് മനുഷ്യന്റെ കുരങ്ങിന്റെ നടുവിലുള്ള ഒരു ജീവിയാക്കി അവതരിപ്പിച്ചതാണ്. ചതിക്കപ്പെട്ടു ശാസ്ത്രലോകം, പതിറ്റാണ്ടുകളോളം ചതിക്കപ്പെട്ടു. പിൽ ഡൗൺ മനുഷ്യന്റെ പേരിൽ ചതിക്കപ്പെട്ടു ശാസ്ത്രലോകം. ശാസ്ത്രത്തിലെ പ്രഗത്ഭമായ ഗ്രന്ഥങ്ങളിൽ മുഴുവനും രേഖപ്പെടുത്തപ്പെട്ടു പിൽ ഡൗൺ മനുഷ്യൻ, മനുഷ്യന്റെയും ആൾക്കുരങ്ങിന്റെയും ഇടയിലുള്ള സാധനം തന്നെ. ഇതാണ് അവസ്ഥ പരിണാമ സിദ്ധാന്തത്തിന്റെ. പരിണാമ സിദ്ധാന്തത്തിന് എന്താ തെളിവ്? തെളിവെന്താ? നമ്മളാരും കുരങ്ങ് മനുഷ്യനായി കണ്ടിട്ടില്ല, മനുഷ്യൻ കുരങ്ങാകുന്നതും കണ്ടിട്ടില്ല. ചിലപ്പോഴെങ്കിലും മനുഷ്യൻ കുരങ്ങാകുന്നത് നമ്മൾ കാണാറുണ്ട്, അല്ലെ? കുരങ്ങിനേക്കാളും മോശമാകുന്നത് നമ്മൾ കാണാറുണ്ട്. ഇടമറുകിന്റെ ഒരു പുസ്തകമുണ്ട്, തായ്ലൻഡിലേക്ക് ഒരു യാത്ര. അദ്ദേഹത്തിന്റെ ഒരുപാട് യാത്രാ വിവരണങ്ങളിൽ ഒന്ന്, അദ്ദേഹവും ഗീത ഇടമറുകും കൂടി തായ്ലൻഡിൽ പോയപ്പോൾ തായ്ലൻഡിലെ ഹോട്ടൽ മുറിയിൽ വന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചത്രേ, വല്ലതും വേണമെന്ന്.
യാത്ര ചെയ്യുന്ന ആളുകൾക്കറിയാം, ആ തരത്തിലുള്ള ഹോട്ടൽ മുറിയിൽ വന്നിട്ട് വല്ലതും വേണോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? വേണ്ട, ഞാൻ അങ്ങനത്തെ ആളല്ല എന്ന് പറഞ്ഞ അത്ര. പിന്നെ മകളുണ്ടല്ലോ കൂടെ. അപ്പോ ചോദിച്ചാൽ അത്ര എങ്കിൽ കാണണോ എന്ന് ചോദിച്ചത്ര. അപ്പൊ പച്ചയായി മനുഷ്യർ തമ്മിൽ രമിക്കുന്നത് കാണണമെന്നാ ചോദ്യം. അതിന് $5. അത് വേണ്ടെന്ന് പറഞ്ഞപ്പോ പുതുമയുള്ള രീതികളുണ്ട്. അഥവാ പട്ടിയും മനുഷ്യനും, നായും മനുഷ്യനും സ്ത്രീയും തമ്മിൽ രമിക്കുന്നത് കാണണോ, അതിന് $10. ഒറാങ്ങൊട്ടാങ്ങും മനുഷ്യ സ്ത്രീയും തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് കാണണോ, അതിന് $15 ഉള്ളൂ എന്ന് പറഞ്ഞത്ര. അദ്ദേഹം തന്നെ എഴുതുന്നതാണ്. തായ്ലൻഡിലേക്ക് ഒരു യാത്രയിൽ നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. ഞാൻ പറയുന്നത് മനുഷ്യൻ കുരങ്ങാകുന്നതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. എന്നാൽ കുരങ്ങ് മനുഷ്യനാകുന്നത് നമ്മൾ കണ്ടിട്ടില്ല. ഞാൻ സൂചിപ്പിക്കുന്നത് എന്താണ് പിന്നെ ഇതിനുള്ള തെളിവ്? തെളിവ് ഇവർ പറയാറുള്ളത് എന്താ? പാലിയന്റോളജിക്കൽ എവിഡൻസസ്. എന്താ പാലിയന്റോളജിക്കൽ എവിഡൻസസ് എന്ന് പറഞ്ഞാൽ? ഫോസിൽ തെളിവുകൾ അല്ലേ? നമ്മളെല്ലാം പഠിച്ചിട്ടുണ്ട്. ഫോസിലുകൾ ഇങ്ങനെ നിരത്തി വെച്ചാൽ വളരെ കൃത്യമായി ഫോസിലുകൾ ഇങ്ങനെ നോക്കിയാൽ ഒരു ജീവിയിൽ നിന്ന് മറ്റൊരു ജീവി ഉണ്ടാകുന്നത് ഇങ്ങനെ കാണാൻ കഴിയും. ഫോസിൽ തെളിവുകൾ ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല. ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. ഇനി ഫോസിൽ തെളിവുകൾ ശരിയാണെന്ന് വിചാരിക്കുക. ഫോസിൽ തെളിവുകൾ അതേപോലെയാണ് എന്നും ഇവർ പറഞ്ഞ പോലെ തന്നെ മനുഷ്യൻ, കുരങ്ങ്, കുരങ്ങിന് മുൻപ് ഉള്ള ജീവി, അങ്ങനെ കുരങ്ങിന് ശേഷം മനുഷ്യനാകുന്നത് വരെ ബിൽഡ് ഡൗൺ, നിവാന്തരത്താൽ, ഇങ്ങനെ ഓരോ ഘട്ടങ്ങളും ഇങ്ങനെ കൃത്യമായി ഫോസിലുകൾ ലഭിച്ചു എന്ന് തന്നെ വിചാരിക്കുക. എങ്കിൽ തന്നെ അത് പരിണാമവാദത്തിനുള്ള തെളിവാകുമോ? ആകുമോ? ഇതിൽ നിന്നാണ് ഇതുണ്ടായതെന്നുള്ളതിന് അങ്ങനെ തെളിവാവുക? ഒരു ഉദാഹരണം പറയാം ഞാൻ. ഇപ്പൊ നമ്മളെ ഭൂമി ഒന്നായിട്ടാണ് നശിച്ചു എന്ന് വിചാരിക്കുക. ഒരു ദിവസം ഭൂമി ഒന്നായിട്ടാണ് നശിച്ചു. അല്ല, ഷൂമാക്കർ ലവിയെ പോലെയുള്ള എന്തോ സാധനം വന്ന് ഇടിച്ച് നശിച്ചു എന്ന് വിചാരിച്ചാൽ മതി. ഭൂമി ഒന്നിച്ച് നശിച്ചു, മനുഷ്യ നാഗരികത തന്നെ നശിച്ചു. അങ്ങനെ കുറെ കാലം കഴിഞ്ഞു. ഇങ്ങനെ ഭൂമി എന്ന് പറഞ്ഞിട്ടൊരു ഗ്രഹം ഉണ്ടായിരുന്നു. അതിൽ മനുഷ്യൻ എന്ന് പറഞ്ഞിട്ടൊരു ബുദ്ധിജീവികൾ ഉണ്ടായിരുന്നു. അവർ വാഹനങ്ങളെല്ലാം ഉപയോഗിച്ചിരുന്നു എന്നെല്ലാം മനസ്സിലാക്കിയ വേറെ ഏതോ ഗ്രഹത്തിലുള്ള ജീവികൾ ഭൂമിയിൽ വന്നു. ഭൂമിയിൽ എക്സ്കവേഷൻസ് നടത്തി, ഭൂമിയിൽ ഉത്ഖനന ഗവേഷണങ്ങൾ നടത്തി. അവരുടെ ഗവേഷണത്തിന്റെ ലക്ഷ്യം വാഹനങ്ങളെ കുറിച്ച് പഠിക്കലാണ്. അങ്ങനെ അവർക്ക് വാഹനങ്ങൾ കിട്ടി, കുറേ വാഹനങ്ങൾ കിട്ടി. ആദ്യം അവർക്ക് സർക്കസുകാർ ഉപയോഗിക്കുന്ന ഒരു ചക്രമുള്ള സൈക്കിൾ കിട്ടി, 2 ചക്രമുള്ള സൈക്കിൾ കിട്ടി, സൈക്കിൾ റിക്ഷ കിട്ടി. ലൂന മുതൽക്ക് 650 വരെ വരുന്ന യമഹ മോട്ടോർ സൈക്കിൾ വരെയുള്ള വ്യത്യസ്ത തരം മോട്ടോർ സൈക്കിളുകൾ കിട്ടി. നമ്മുടെ ഓട്ടോറിക്ഷകൾ മുതൽക്ക് ഇങ്ങനെ പോയി ബെൻസിനെയും ലാൻഡ് ക്രൂയിസറിനെയും എല്ലാം പോലെയുള്ള, ലെക്സസിനെയും എല്ലാം പോലെയുള്ള ഇന്നത്തെ ഏറ്റവും അത്യന്താധുനികമായ കാറുകൾ പലതും കിട്ടി, ബസ്സുകൾ കിട്ടി, കപ്പലിന്റെ അവശിഷ്ടങ്ങൾ കിട്ടി, എയറോപ്ലെയിൻ്റെ അവശിഷ്ടങ്ങൾ കിട്ടി, അതേപോലെ തന്നെ ഈ ഹെലികോപ്റ്ററിന്റെ അവശിഷ്ടങ്ങൾ കിട്ടി. ഇതെല്ലാം ഇവരിങ്ങനെ നിരത്തി വെച്ചു എന്ന് വിചാരിച്ചു. നിരത്തി വെച്ചിട്ട് അവർ വാഹനങ്ങളുടെ ഒരു പരിണാമ വൃക്ഷം ഉണ്ടാക്കിയാൽ എങ്ങനെ ഉണ്ടാവും? അവർ വാഹനങ്ങളുടെ ഒരു പരിണാമ വൃക്ഷം ഉണ്ടാക്കുകയാണ്. എന്താ? സൈക്കിൾ, ഒറ്റ ചക്രമുള്ള സൈക്കിൾ ഇങ്ങനെ പോവുമായിരുന്നു. അങ്ങനെ പോയപ്പോൾ ഒരുപാട് തവണ വീഴുന്ന അവസ്ഥ ഉണ്ടായി. അവ 2 ചക്രമുള്ള സൈക്കിളായി മാറി. ആ 2 ചക്രമുള്ള സൈക്കിളിനും കുറെ പോയപ്പോൾ അതിന് കയറ്റം കയറാൻ വയ്യാതായപ്പോൾ ലൂനയായി. അങ്ങനെ വീണ്ടും പോയപ്പോൾ കൂടുതൽ വലിയ കയറ്റം കയറാൻ വയ്യാതായപ്പോൾ ഹീറോ ഹോണ്ടയായി, പിന്നീട് ബുള്ളറ്റായി, അങ്ങനെ 650 ആയി. അതൊരു ശാഖ. അതേസമയം ഇത് തന്നെ ഇങ്ങനെ പോയി ഓട്ടോറിക്ഷയായി. ഓട്ടോറിക്ഷയിൽ കൂടുതൽ ആൾ കയറേണ്ടി വന്നപ്പോൾ നമ്മുടെ പഴയ ഫിയറ്റ് കാറായി. അത് തന്നെ ഇങ്ങനെ പോയി ഇങ്ങനെ വന്ന് ബസ്സായി. ബസ് ഇങ്ങനെ പോകുന്ന സമയത്ത് അതിനിടയ്ക്ക് തന്നെ ഇത് ഹെലികോപ്റ്ററിലായി മാറിയിട്ടുണ്ട് കേട്ടോ. പരിണാമ വൃക്ഷത്തിൽ പല സ്ഥലത്തും ഉണ്ടാവും. അതിന് ബസ് ഇങ്ങനെ പോയപ്പോൾ സമുദ്രത്തിന്റെ മുന്നിലെത്തിയപ്പോൾ ഈ പരിണാമ വൃക്ഷം 2ആയി പിരിഞ്ഞ്, ഒന്ന് കപ്പലായും പോയി, ഒന്ന് ആകാശത്തു കൂടെ എയറോപ്ലെയിനായും പോയി എന്ന് പറഞ്ഞാൽ തെളിവ് കൃത്യമാണ്. എല്ലാറ്റിനും തെളിവുണ്ട്, ഇഷ്ടം പോലെ തെളിവുണ്ട്. ഇതാ, 1 ചക്രല്ലേ, 2 ചക്രല്ലേ, 3 ചക്രല്ലേ? ചക്രങ്ങളുടെ എണ്ണം കൂടുന്നില്ലേ? ഇല്ലേ? ഇതിന്റെ മെഷീനുകൾ തമ്മിൽ ലൂനയുടെയും ഹീറോ ഹോണ്ടയുടെയും അതേപോലെ തന്നെ ബുള്ളറ്റിന്റെയും മോട്ടറുകൾ തമ്മിൽ ബന്ധല്ലേ? 1 പിസ്റ്റൺ, 2 പിസ്റ്റൺ, 3 പിസ്റ്റൺ, 4 പിസ്റ്റൺ, 1 പിസ്റ്റൺ, 2 പിസ്റ്റൺ, 2 പിസ്റ്റൺ, 3 പിസ്റ്റൺ, 3 പിസ്റ്റൺ, 4 പിസ്റ്റൺ ഉണ്ടായിക്കൂടെ? തെളിവ് ഇഷ്ടം പോലെ. തെളിവിതാ, കൃത്യമായ തെളിവ്. ഒരു മിസ്സിംഗ് പോലുമില്ല, ഒരു നഷ്ടപ്പെട്ട കണ്ണി പോലുമില്ല, വളരെ കൃത്യമാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെയാണ് എയറോപ്ലെയിൻ ഉണ്ടായത് എന്ന് ആ അന്യഗ്രഹവാസി പറഞ്ഞാൽ അതിന് പരിണാമവാദിക്ക് ഏതായിരുന്നാലും ഇത് ശരിയല്ല എന്ന് പറയാൻ പറ്റൂല. നമുക്കിപ്പോൾ അറിയാം ഇത് വിഡ്ഢിത്താണ്. കാരണം എന്താ? നമ്മളിത് കാണുന്നതുകൊണ്ട്.
യഥാർത്ഥത്തിൽ സൃഷ്ടാവായ തമ്പുരാൻ സൃഷ്ടിച്ചു വിട്ട ജീവികൾ തമ്മിൽ അവയുടെ എല്ല് തമ്മിൽ സാമ്യം ഉണ്ടാകാം. അതുകൊണ്ട് ഒരു സാമ്യമുള്ള ആള് മറ്റേ പിന്നെ ഒരു സാമ്യം ഉണ്ടെന്നുള്ളത് കൊണ്ട് ഒരു സ്പീഷീസിൽ നിന്ന് വേറൊരു സ്പീഷീസ് ഉണ്ടായതാന്നുള്ളതിന് എന്താ തെളിവ്? പിന്നെ ഇപ്പൊ പുതിയ തെളിവുകളായി പറയാറുള്ളത് മൈക്രോ എവല്യൂഷനാണ്. വളരെ ഇടങ്ങാറായി ഗവേഷണം നടത്തി പുതിയ ഗവേഷണ ഫലങ്ങൾ ഇപ്പോ ശാസ്ത്രഗതിയെല്ലാം കാര്യമായിട്ട് എടുത്ത് ഉദ്ധരിക്കാറുള്ളത് എന്താ, ഓരോ സ്പീഷീസിലും നടക്കുന്ന ചെറിയ ചെറിയ എവല്യൂഷൻ ഉണ്ട്, ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട് ഓരോ സ്പീഷീസ് തന്നെ, ഓരോ ജീവവർഗത്തിൽ. ഇപ്പൊ നമുക്ക് തന്നെ അറിയാം, നമ്മൾ കേരളീയ മനുഷ്യർ തന്നെ മാറുന്നുണ്ട് ഒരു സ്പീഷീസിനകത്ത് മാറ്റമുണ്ട്. ഇപ്പൊ നമ്മളുടെ വീക്ഷണ പ്രകാരം തന്നെ ആദം നബിയും ഹവ്വാ ബീബിയാണ് നമ്മളുടെ ആദ്യ പിതാവും മാതാവും. എന്നാൽ അവരിൽ നിന്ന് തന്നെയാണ് കറുത്ത നീഗ്രോയും ഉണ്ടായത്, വെളുത്ത അമേരിക്കക്കാരനുണ്ടായത്, ഇന്ത്യക്കാരനുണ്ടായത്, അറബി ഉണ്ടായത്, വ്യത്യസ്ത തൊലികളുടെ നിറമുള്ളവർ. ഇതെല്ലാം എന്തുകൊണ്ടാ? ചെറിയ മാറ്റങ്ങൾ, ചെറിയ മ്യൂട്ടേഷൻ. ഒരു വർഗത്തിനകത്ത് ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് മ്യൂട്ടേഷൻ വഴിയാണ് ഉണ്ടാവുക. മ്യൂട്ടേഷൻ ഉണ്ട്. ഈ മ്യൂട്ടേഷൻ വഴി ഒരു വർഗം വേറൊരു വർഗമാക്കി മാറുമോ? ഒരു വർഗം വേറൊരു വർഗമാകുമോ? മാറാം എന്നാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇവർ വാദിക്കുക. ഏതാണ്? ഒരു വർഗത്തിലുള്ള മാറ്റം ഇങ്ങനെ കാണിച്ചു കൊടുക്കുക. അപ്പൊ മാറുന്നുണ്ട്. അപ്പൊ മാറുന്നത് കൊണ്ട് ഈ വർഗം കുറച്ച് കഴിഞ്ഞാൽ എന്താകാം? വേറൊരു വർഗമാകാം എന്ന്. ഇപ്പൊ കുരങ്ങിന്റെ കാര്യത്തിൽ തന്നെ 4 കാലുമ നടക്കുന്ന കുരങ്ങുണ്ട്, കുറച്ച് കഴിഞ്ഞപ്പോ 2 കൈമ നടക്കുന്ന കുരങ്ങുണ്ട്. ഇത് രണ്ടും ഇത് ഒരു വർഗത്തിൽ നിന്ന് വേറൊരു ഒരേ വർഗത്തിൽ തന്നെ ഉണ്ടാകുന്ന മാറ്റങ്ങളാകാം. പക്ഷെ അത് വെച്ചിട്ട് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഈ കുരങ്ങിന്റെ രോമെല്ലാം ഒഴിഞ്ഞു പോയി, എന്നിട്ട് പിന്നെ മനുഷ്യനായി മാറി എന്ന് പറയുമ്പോൾ ഒരു വർഗത്തിൽ നിന്ന് വേറൊരു വർഗം ഉണ്ടാവുകയാണ്. അങ്ങനെ ഒരു വർഗത്തിൽ നിന്ന് വേറൊരു വർഗം ഒരിക്കലും ഉണ്ടാവുകയില്ല. ഇത് മൈക്രോ എവല്യൂഷനും മാക്രോ എവല്യൂഷനും എങ്ങനെ നമുക്ക് തിരിക്കാം? മൈക്രോ എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ സൂക്ഷ്മമായ പരിണാമം, അഥവാ ഒരു വർഗത്തിൽ ഉള്ള പരിണാമം. അത് വെച്ചിട്ട് വേറൊരു വർഗം ഉണ്ടാകാം എന്ന് വാദിക്കാൻ പറ്റൂല. നമുക്ക് ഒരു തെളിവ് പറയാം. ഞാൻ ഒരു ചെറിയൊരു ഉദാഹരണം പറയാം. ഇത് സയൻസ് ആയതുകൊണ്ട് പല ആളുകൾക്കും ഇങ്ങനെ ഇതിങ്ങനെ കുലുങ്ങണില്ലാന്ന് തോന്നുന്നുണ്ട് ഞാൻ മുഖത്ത് നോക്കിയിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഉദാഹരണങ്ങൾ പറയുന്നത്. ഒരു ലോങ് ജമ്പ് ചാടുകയാണ്. ഒരാൾക്ക് ലോങ് ജമ്പ് ചാടിയപ്പോൾ 2 മീറ്ററാണ് ചാടാൻ പറ്റുള്ളൂ ആദ്യം. അപ്പൊ അയാൾ 3 മാസത്തെ നിരന്തരമായ പരിശീലനം വഴി 5 മീറ്റർ ചാടാൻ കഴിഞ്ഞു. അപ്പൊ 3 മാസത്തെ പരിശീലനം വഴി എത്ര ചാടി? 5 മീറ്റർ. അപ്പൊ എത്ര കൂടി? 3 മീറ്റർ കൂടി. 3 മാസത്തെ പരിശീലനം വഴി 3 മീറ്റർ കൂട്ടാൻ കഴിഞ്ഞുവെങ്കിൽ അയാൾ കണക്കൂട്ടാണ്, ഒരു 30 മാസം പരിശീലിച്ചാൽ 30 മീറ്റർ ദൂരെ ചാടാൻ പറ്റുമോ? ഇല്ല, അവിടെ ഒരു പരിധി ഉണ്ട്. എത്ര മാസം പരിശീലിച്ചാലും മനുഷ്യനെ ചാടാൻ പറ്റുന്ന ഒരു പരിധി ഉണ്ട്. ഇതേപോലെ തന്നെ മൈക്രോ എവല്യൂഷൻ, ഒരു സ്പീഷീസിനകത്ത് നടക്കുന്ന മാറ്റങ്ങൾ, അതിനൊരു പരിധി ഉണ്ട്. ആ പരിധി എന്താണ്? ഒരു സ്പീഷീസിൽ നിന്ന് വേറെ സ്പീഷീസായി മാറാൻ ഒരിക്കലും ഈ മാറ്റം നിമിത്താകൂല എന്നുള്ളതാണ്. ഇനി ഇതേപോലെ ഞാൻ പറഞ്ഞല്ലോ, ശാസ്ത്രലോകത്ത് ഇത്രയധികം വഞ്ചന നടക്കുന്ന വേറൊരു ലോകവുമില്ല, വേറൊരു ശാസ്ത്ര ഇതുമില്ല. എന്താ കാരണം? എന്തിനങ്ങനെയെല്ലാം വഞ്ചിക്കണേ? എന്തിനങ്ങനെ ആളുകളുടെ കണ്ണ് പൊടിയിടണേ? ഇന്ന് നമുക്കറിയാം, ഇന്ന് പല ടെലിവിഷൻ ചാനലുകളും കാണിച്ചുകൊണ്ടിരിക്കുന്ന സിനിമകൾ എന്താണ്? കരടികൾ, പിന്നെ ആൾക്കുരങ്ങുകൾ, അവർ യുദ്ധം ചെയ്യുന്നത്, അവർ തമ്മിൽ അടിക്കുന്നത്, അവർ മനുഷ്യനെതിരെ ഇങ്ങനെ ആക്രമിച്ചു വരുന്നത്, ഇതെല്ലാം പുതിയ തലമുറയിൽ ഉണ്ടാക്കുന്ന ചിത്രം എന്താണെന്നറിയോ? ഇതെല്ലാം സംഭവിക്കണമെന്നാ. ഏകദേശം മനുഷ്യന്റെ അതേ സ്വഭാവങ്ങൾ ഈ കുരങ്ങുകൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന, ഈ ഒറാങ്ങൊട്ടാങ്ങുകളും അതേപോലെ തന്നെ കുരങ്ങുകളും എല്ലാം കാണിച്ചു കൊണ്ടിരിക്കുന്നതായിട്ട് പറയുന്നു. ഇതെല്ലാം സത്യത്തിൽ എന്താ? പച്ചക്കള്ളമാണ്. പരിണാമവാദികൾ സാധാരണ പുതിയ യുവ സമൂഹത്തിന്റെ ഉള്ളിൽ ഇതാ, നിങ്ങൾ കുരങ്ങിന്റെ മക്കളാണ് മക്കളെ, അതുകൊണ്ട് കുരങ്ങിന്റെ സ്വഭാവം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല, പഴയ ഒറാങ്ങുട്ടാങ്ങുമായി ബന്ധപ്പെടാന്ന് പറഞ്ഞില്ലേ, ഏകദേശം അക്കാലത്തിൽ തന്നെ മനുഷ്യലോകവും ആയിക്കോളൂ എന്ന് പഠിപ്പിക്കുവാൻ വേണ്ടി വളരെ വളരെ സമർത്ഥമായി ധർമ്മവിരുദ്ധമായ മാനവവിരുദ്ധമായ ശക്തികളാണ് ഈ പരിണാമവാദത്തെ ലോകത്തിന്റെ മുന്നിൽ പ്രൊമോട്ട് ചെയ്യുന്നത്. അതിന് ശാസ്ത്രത്തിന്റെ മുഖം മൂടി കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സത്യത്തിൽ അതിന്റെ ലക്ഷ്യം ധാർമ്മികതയെ തകർക്കലാണ്. ഈ പരിണാമവാദത്തിന്റെ മറയിൽ നിന്നുകൊണ്ടാണ് ഹിറ്റ്ലർ വാദിച്ചത്. എന്താ? കുരങ്ങിൽ നിന്ന് വളരെ പ്രാകൃതമായ കുരങ്ങിൽ നിന്നാണ് കറുത്ത ആൾക്കാരുണ്ടായത്, ഞങ്ങൾ ആര്യന്മാരാണ് പരിണാമത്തിലെ ഏറ്റവും ഉന്നതന്മാരെന്ന് കണ്ട് വാദിച്ചു.
അത് വാദിക്കാൻ അനുകൂലമായി തെളിവ് കൊടുക്കാൻ പരിണാമവാദികളായ ശാസ്ത്രജ്ഞന്മാരുണ്ടായിരുന്നു ഹിറ്റ്ലർക്ക്. അതേസമയം ഇവിടെ വളരെ വ്യക്തമായി ജീവപരിണാമം എന്നുള്ള ആശയം ശാസ്ത്രീയമായി തെളിയിക്കപ്പെടാത്ത കേവലമായ ഒരു ഹൈപ്പോത്തിസിസ്, ഒരു സങ്കല്പം മാത്രമാണ്. ആ സങ്കല്പത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവത്തെ നിഷേധിക്കുവാൻ ഒരാൾക്കും സാധ്യമല്ല എന്നുള്ളതാണ് സത്യം. അതിനുവേണ്ടി എത്ര ഒച്ചപ്പാടുണ്ടാക്കിയിട്ടും കാര്യമില്ല. ഇന്ന് വരെ, ഈ ഡേറ്റ് വരെ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടു പരിണാമ സിദ്ധാന്തം എന്ന് പറയാൻ സാധ്യമല്ല. അമേരിക്കയെ പോലെയുള്ള രാജ്യങ്ങളിൽ, ശാസ്ത്രരംഗത്ത് ഉയർന്നു നിൽക്കുന്ന രാജ്യങ്ങളിൽ പരിണാമ സിദ്ധാന്തം പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ സൃഷ്ടി സിദ്ധാന്തം പഠിപ്പിക്കുന്നുണ്ട്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതാണ് എന്ന ഒരു വീക്ഷണമുണ്ട്, കുരങ്ങിൽ നിന്ന് മനുഷ്യനുണ്ടായതാണ് എന്നൊരു വീക്ഷണമുണ്ട്. ഇത് രണ്ടിനും തെളിവൊന്നുമില്ല എന്ന രൂപത്തിലാണ് അവിടെ പഠിപ്പിക്കുന്നത്. നമ്മൾ പഠിപ്പിക്കുന്നത് തിരിച്ചാണ് എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണ് സുഹൃത്തിനെ പോലുള്ള ആളുകൾക്ക് ഖുർആനിന് ശാസ്ത്രം എതിരാണ് എന്ന് തോന്നുന്നത്. ഖുർആനിന് ശാസ്ത്രം ഒരിക്കലും എതിരല്ല എന്നുള്ളതാണ് വസ്തുത. ബിജു കെ 2003 മെയ് 8 ഒരു മലയാള പത്രത്തിൽ ഖുറാനും മാറാട് കൂട്ടക്കൊലയും എന്ന ലേഖനത്തിലെ പ്രസക്ത ഭാഗമാണ് വായിക്കുന്നത്. ഏകദേശം 6000 സൂക്തങ്ങളുള്ള ഖുറാനിൽ 1000-ഓളം സൂക്തങ്ങൾ അമുസ്ലിങ്ങളെ അഥവാ കാഫിറുകളെ എങ്ങനെ ചതയ്ക്കണം, ചുടണം, കൊല്ലണം എന്നൊക്കെ വിവരിക്കുന്നവയാണ്. ഖുറാനിന്റെ മലയാള തർജ്ജമയിൽ ചില മയപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ട്. യുദ്ധം, അക്രമം, കൊല എന്നീ വാക്കുകൾക്ക് പകരം സമരം എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു. കൊള്ള മുതൽ എന്നതിന് പകരം സമരാർജിത സ്വത്ത് എന്ന് പ്രയോഗിച്ചിരിക്കുന്നു. അവിശ്വാസികൾ എന്നതിന് പകരം സത്യനിഷേധികൾ എന്നാണ് പ്രയോഗം. മുഖ്യ ചോദ്യം ഈ മാറാട്ട് കൂട്ടക്കൊലയിൽ, ഈ വംശഹത്യയിൽ ഖുറാൻ വഹിച്ച പങ്ക് ഇനിയെങ്കിലും ചർച്ച ചെയ്യപ്പെടുമോ എന്നതാണ്. ഇസ്ലാമിക തീവ്രവാദമല്ല, ഇസ്ലാം തന്നെയാണ് പ്രശ്നം എന്ന് ഇനി എന്നാണ് കേരളം മനസ്സിലാക്കുക? ഇതിനെക്കുറിച്ച് വിശദീകരിക്കാം. സുഹൃത്ത് ബിജുവിന്റെ ചോദ്യം നമ്മൾ കേട്ടു. ഈ ചോദ്യം ജന്മഭൂമിയിലെ ഒരു ഉദ്ധരണിയാണ് അദ്ദേഹം ഉദ്ധരിച്ചിട്ടുള്ളത്. മാറാടും ഖുർആനും. മാറാട് കലാപമുണ്ടാക്കിയത് ഖുർആനാണ് എങ്കിൽ യഥാർത്ഥത്തിൽ ഈ രാജ്യത്ത് ഇന്ന് വരെയുണ്ടായ വർഗീയ കലാപങ്ങളുടെ എല്ലാം പിന്നിൽ ഏതൊക്കെ ഗ്രന്ഥങ്ങളാണ് എന്ന് ഗവേഷണം ചെയ്യുവാൻ ജന്മഭൂമിയിലെ പേനയുന്തികൾക്ക് ഇനിയും അവസരമുണ്ട്. അവർ ഗവേഷണം ചെയ്ത് കണ്ടുപിടിക്കട്ടെ. ഇവിടെ ഖുർആനിനെ മയപ്പെടുത്തേണ്ട യാതൊരു കാര്യമില്ല. പരിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ എന്ത് പറയുന്നു എന്ന് ആർക്കും മനസ്സിലാക്കുവാൻ സാധിക്കുന്ന, ചോദ്യം ചെയ്യാൻ കഴിയുന്ന, ആ ചോദ്യം ചെയ്യലിനെ പച്ചയായി സ്വാഗതം ചെയ്യുന്ന ആളുകളാണ് മുസ്ലിങ്ങൾ. പരിശുദ്ധ ഖുർആനിനെ പോലെ ഇതേപോലെ തുറന്ന വേദിയിൽ വെച്ച് വിമർശിക്കുവാൻ അവകാശം നൽകപ്പെടുന്ന മറ്റൊരു ഗ്രന്ഥവും നിങ്ങൾക്ക് കാണാൻ സാധ്യമല്ല. പരിശുദ്ധ ഖുർആൻ വിമർശിക്കുവാനാണ് നിങ്ങൾക്ക് ഈ തുറന്ന വേദി അനുവദിച്ചു തന്നിട്ടുള്ളത്. എന്തുകൊണ്ടെന്നാൽ പരിശുദ്ധ ഖുർആനിൽ ചോദ്യം ചെയ്യപ്പെടാവുന്നതായി ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ടും, അതോടൊപ്പം തന്നെ ആ ചോദ്യം ചെയ്യലിന് മുഴുവനും പരിശുദ്ധ ഖുർആനും പ്രവാചക വചനങ്ങളും തന്നെ മറുപടി നൽകിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതും കൊണ്ട് തന്നെയാണ്. അതിലുള്ള പൂർണ്ണമായ ബോധ്യം കൊണ്ടാണ്, വിശ്വാസം കൊണ്ടാണ് ഇതേപോലെയുള്ള തുറന്ന വേദികൾ ഖുർആനിനെ ചോദ്യം ചെയ്യുവാൻ ഒരുക്കി നൽകുന്നത്. പക്ഷേ ജന്മഭൂമിയിലെ പേനയുന്തികൾക്ക് പലപ്പോഴും ഇത്തരം വേദികളെ അപഹാസ്യമാക്കി തീർക്കുകയും അതിനെയും വർഗീയവൽക്കരിക്കുകയും ചെയ്യുവാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾക്ക് മാത്രമേ സമയമുണ്ടാകാറുള്ളൂ എന്നുള്ളതാണ് സത്യം. ഒരു കാര്യം പറയട്ടെ ഞാൻ ആദ്യം. പരിശുദ്ധ ഖുർആനിൽ മൊത്തത്തിലെടുത്താൽ യുദ്ധത്തിന് പ്രേരിപ്പിക്കുന്ന, യുദ്ധത്തിന് ആഹ്വാനം ചെയ്യുന്ന, യുദ്ധം ചെയ്താൽ സ്വർഗം ലഭിക്കുമെന്ന് പറയുന്ന നിരവധി വചനങ്ങൾ പരിശുദ്ധ ഖുർആനിലുണ്ട്. ഖുർആനിൽ ഖിത്താൽ എന്ന് അറബി പദം പ്രയോഗിച്ചതിന് മലയാളത്തിലെ ഏറ്റവും നല്ല പരിഭാഷ യുദ്ധം എന്ന് തന്നെയാണ്. യുദ്ധം ചെയ്യാൻ ഖുർആൻ കൽപ്പിക്കുന്നുണ്ട്.
യാതൊരു സംശയവും വേണ്ട. അത് സമരം എന്ന് പറഞ്ഞിട്ട് ഒന്ന് മയപ്പെടുത്തേണ്ട ആവശ്യമില്ല. പിന്നീട് സമരാർജിത സ്വത്ത് എന്ന് പറഞ്ഞതാണ്. സത്യത്തിൽ അത് സമരാർജിത സ്വത്ത് തന്നെയാണ്, കൊള്ള സമ്പത്തല്ല. അത് സമരാർജിത സ്വത്തിനെ കുറിച്ച് ഞാൻ പറയുന്നുണ്ട്. ഇവിടെ യുദ്ധത്തിന് ഖുർആൻ ആഹ്വാനം ചെയ്യുന്നുണ്ട് എന്ന് ഖുർആന്റെ പരിഭാഷയെങ്കിലും വായിച്ച ആർക്കും മനസ്സിലാക്കാവുന്നതാണ്. സമരം എന്ന് പരിഭാഷപ്പെടുത്തി എന്ന് പറയുന്നതുണ്ടല്ലോ, ഒരു ഖുർആൻ പരിഭാഷ മാത്രം വായിക്കുന്നത് കൊണ്ടുള്ള ആ വിവരക്കേടിൽ നിന്ന് വരുന്നതാണ്. സത്യത്തിൽ ഖുർആൻ യുദ്ധത്തിന് ആഹ്വാനം ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ യുദ്ധം ആരുമായി എങ്ങനെ ചെയ്യണമെന്നും ഖുർആൻ പറയുന്നുണ്ട്. യുദ്ധത്തിന് ആഹ്വാനം ചെയ്യുന്നത് കൊണ്ടൊരു ഗ്രന്ഥം വർഗീയ കലാപങ്ങൾക്ക് നിമിത്തമാകുമെങ്കിൽ ഏത് ഗ്രന്ഥമാണ് വർഗീയ കലാപം ഉണ്ടാക്കാത്തതായി ഈ ലോകത്തിന്റെ മുന്നിൽ ഉണ്ടാവുക? പരിശോധിക്കണല്ലോ. ഭാരതത്തിന്റെ ഏറ്റവും വലിയ ദാർശനിക സാഹിത്യമാണ് ഋഗ്വേദ സംഹിത. ഋഗ്വേദ സംഹിതയിൽ അതിന്റെ ഇതിവൃത്തം തന്നെ എന്താണ്? ദേവേന്ദ്രനും അസുര രാജാവായ വൃതനും തമ്മിൽ നടക്കുന്ന യുദ്ധം. ആ യുദ്ധത്തിൽ അസുര രാജാവായ വൃതനെ ആട്ടിയോടിക്കുവാനും പുരന്ദരനായ ഇന്ദ്രനോട് അവനെതിരെ ശക്തമായി ആക്രമിക്കുവാനുമെല്ലാം ആഹ്വാനം ചെയ്യുന്ന വചനങ്ങൾ നിരവധി ഋഗ്വേദത്തിൽ കാണാം. ഈ വചനങ്ങളാണ് ശിവസേനയെ സായുധവൽക്കരിക്കുന്നത് എന്ന് ഏതെങ്കിലും മനുഷ്യൻ ഗവേഷണം ചെയ്താൽ ആ മനുഷ്യന്റെ ഗവേഷണ പാടവത്തിന്റെ പേരിൽ നമുക്ക് മൂക്കത്ത് വിരൽ വെക്കാനല്ലാതെ മറ്റൊന്നിനും കഴിയില്ല. ഇനി ഭാരതത്തിലെ ഇതിഹാസങ്ങൾ എടുത്തോ, രാമായണവും മഹാഭാരതവും. രാമരാവണ യുദ്ധമില്ലെങ്കിൽ പിന്നെന്ത് രാമായണം? മഹാഭാരത യുദ്ധമില്ലെങ്കിൽ പിന്നെന്ത് മഹാഭാരതം? ഇനി നിങ്ങൾ നോക്കുക, ഈ യുദ്ധത്തെ കുറിച്ച് പറയുമ്പോ ഭഗവത്ഗീത മഹാഭാരതത്തിന്റെ തന്നെ ഭാഗം. ഭഗവത്ഗീതയുടെ പശ്ചാത്തലം തന്നെ എന്താ? യുദ്ധത്തിൽ നിന്ന് പിന്മാറി നിൽക്കുന്ന അർജുനൻ, യുദ്ധം ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്ന അർജുനൻ, കാരണം എന്റെ ഗുരുക്കന്മാരാണ്, പൂർവ്വ പിതാക്കളാണ്, പ്രപിതാക്കളാണ് യുദ്ധത്തിൽ എതിർപക്ഷത്തിൽ, അതുകൊണ്ട് തന്നെ അവർക്കെതിരെ യുദ്ധം ചെയ്ത ഒരു രാജ്യാധികാരം എനിക്ക് വേണ്ട എന്ന് പറയുന്ന സ്ത്രീ അർജുനൻ. ആ അർജുനനെ യുദ്ധവീരനാക്കി തീർക്കുന്ന ശ്രീകൃഷ്ണന്റെ വചനങ്ങളാണ് ഭഗവത്ഗീത. ഗീതയിലെ 2-ാം അധ്യായം 37-ാമത്തെ വചനം ഞാൻ നേരത്തെ ഉദ്ധരിച്ചു. ഹതോപ പ്രാപ്സസി സ്വർഗം. യുദ്ധത്തിൽ നിന്ന് ഇങ്ങനെ പിന്മാറി നിൽക്കുന്ന അർജുനനോട് പറയാണ്. ആര്? ഈ ശ്രീകൃഷ്ണൻ. ഹതോപ പ്രാപ്സസി സ്വർഗം. നീ യുദ്ധത്തിലെങ്ങാനും മരണപ്പെട്ടാൽ നീ മരണം ഭയം ഓർത്തിട്ടാണോ നീ യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ നിൽക്കുന്നത്? എന്തിൽ മരണപ്പെട്ടാൽ ഈ ജീവിതത്തിനേക്കാളും ഉത്തമമായ സ്വർഗീയ ജീവിതം നിനക്ക് അതേപോലെ ലഭിക്കും. ജിതോവാ ബോക്ഷസേ മഹീം. നീ യുദ്ധത്തിൽ വിജയിച്ചാലോ രാജ്യാധികാരവും ലഭിക്കും. തസ്മാദുത്തിഷ്ഠ കൗന്ദേയ. അതിനാൽ കൗന്ദേയ, യുദ്ധായ കൃത നിശ്ചയ. യുദ്ധം നിനക്ക് നിന്റെ വർഗത്തിന് നിന്റെ ധർമ്മത്തിന് നിശ്ചയിക്കപ്പെട്ടതാ. യുദ്ധം ചെയ്യാതിരിക്കാൻ കഴിയില്ല. ഈ ഗീതയാണ് ഗുജറാത്ത് കലാപത്തിന്റെ ചോദനയായി വർത്തിച്ചത് എന്ന് ഏതെങ്കിലും പേനയുന്തികൾ വാദിച്ചാൽ അയാളെക്കുറിച്ച്, അയാളുടെ വിവരത്തെക്കുറിച്ച് പരിതപിക്കാനല്ലാതെ മറ്റൊന്നിനും മനുഷ്യർക്ക് കഴിയില്ല. യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആൻ എന്താണ്? ഖുർആനിലെ യുദ്ധത്തെക്കുറിച്ചുള്ള സൂക്തങ്ങൾ എന്താണ്? യുദ്ധത്തിന് അനുവദിക്കാത്ത ഒരു ദർശനത്തിന് നിലനിൽക്കാൻ കഴിയില്ല. യുദ്ധത്തിന് അനുവദിക്കാത്ത ഒരു ദർശനവും നിലനിന്നിട്ടുമില്ല പ്രായോഗികമായി. പരിശുദ്ധ ഖുർആൻ യുദ്ധത്തിന് അനുവദിച്ചിട്ടുണ്ട്. ആ യുദ്ധം എപ്പോൾ, എങ്ങനെ, ഏത് രൂപത്തിൽ, ആരുമായി എന്ന് കൃത്യമായി പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ പരിശുദ്ധ ഖുർആൻ പ്രയോഗവൽക്കരിച്ച് കാണിച്ചു തരാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറഞ്ഞയക്കുകയും ചെയ്തിട്ടുണ്ട്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജീവിതത്തിൽ എങ്ങനെയാണ്, എപ്പോഴാണ്, ഏത് രൂപത്തിലാണ് യുദ്ധം എന്ന് പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നീണ്ട 13 വർഷ കാലഘട്ടത്തിലെ മക്ക ജീവിതം, നീ യുദ്ധം ചെയ്യണം എന്ന് ഇവരർത്ഥം നൽകുന്ന ജിഹാദിനെ കുറിച്ച്, ധർമ്മസമരത്തെ കുറിച്ച് അനവധി തവണ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടുള്ള വചനങ്ങൾ ആവർത്തിക്കപ്പെട്ട സമയം. പരിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയുധമെടുത്തതായി
ഈ മക്ക കാലഘട്ടത്തിൽ എപ്പോഴെങ്കിലും ആർക്കെങ്കിലും എതിരെ ആയുധമെടുത്തതായി ഒരാൾക്കും പറയാൻ കഴിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പീഡനങ്ങൾ സഹിച്ചു, പ്രയാസങ്ങൾ സഹിച്ചു, ആരോപണങ്ങൾ തലയിലേറ്റുവാങ്ങി, ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുളന്മാലകൾ തലയിലേറ്റുവാങ്ങി, പിരടിയിലേറ്റുവാങ്ങി നിമിഷങ്ങളോളം സുജൂദിൽ കിടക്കേണ്ടി വന്ന അവസ്ഥയുണ്ടായി. മാസങ്ങളോളം പട്ടിണി കിടന്ന് വെറും പച്ചിലകൾ തിന്ന് ആടിനെ പോലെ കാഷ്ടിച്ച് ജീവിക്കേണ്ട അവസ്ഥ പ്രവാചകനും അനുയായികൾക്കും ഉണ്ടായി. പ്രവാചകന്റെ പല അനുയായികളും ക്രൂരമായി കൊല ചെയ്യപ്പെട്ടു. സുമയ്യ റളിയല്ലാഹു അൻഹയെ പോലെയുള്ള ആളുകൾ തങ്ങളുടെ ലൈംഗിക അവയവത്തിനകത്തുകൂടെ പഴുപ്പിച്ച ഇരുമ്പ് കുത്തിക്കയറ്റിക്കൊണ്ട് കൊല ചെയ്യപ്പെടുന്ന അവസ്ഥ വരെയുണ്ടായി. വളരെ ക്രൂരമായ നികൃഷ്ടമായ അവസ്ഥകൾ. പലരും ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടു. അവർക്കെതിരെ അവരോട് ആ പീഡനങ്ങളും പ്രയാസങ്ങളും സഹിച്ചു കൊണ്ടിരുന്ന ആളുകളോട് നിങ്ങൾ സമാധാനിക്കുക, സമാധാനിക്കുക, പടച്ച തമ്പുരാന് നിങ്ങൾക്ക് പ്രതിഫലമുണ്ട് എന്ന് പറയുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. അങ്ങനെ ഈ ആദർശം അനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി, ഈ ആദർശം പ്രബോധനം ചെയ്യാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി അടുത്ത നാട്ടിലേക്ക് യസ്രിബിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പലായനം ചെയ്തു. തന്റെ പ്രബോധക ജീവിതത്തിന്റെ 13ാമത്തെ വർഷത്തിൽ യസ്രിബിലേക്ക് പ്രവാചകനും അനുയായികളും പലായനം ചെയ്തു. യസ്രിബിലെത്തിയപ്പോൾ യസ്രിബ് മദീനത്തുൻ നബിയായി, പ്രവാചകന്റെ പട്ടണം. ആ പ്രവാചകന്റെ പട്ടണത്തിന്റെ അധികാരി ഇപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അദ്ദേഹം ഇപ്പോ കേവലം ഒരു മത അധ്യക്ഷനോ മതപ്രവാചകനോ മാത്രമല്ല, മറിച്ച് ആ രാജ്യത്തെ ജൂതന്മാരടക്കമുള്ള മുസ്ലിങ്ങൾ അടക്കമുള്ള എല്ലാ പൗരന്മാരുടെയും ജീവനും സ്വത്തും സംരക്ഷിക്കുവാൻ ഉത്തരവാദിത്തമുള്ള ആ രാജ്യത്തിന്റെ ഭരണാധികാരിയാണ്. അങ്ങനെ ആ രാജ്യത്തെ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആ രാജ്യത്തെ നശിപ്പിക്കാൻ, ആ ഇസ്ലാമിക സമൂഹത്തെയും നശിപ്പിക്കാൻ വേണ്ടിയുള്ള തന്ത്രങ്ങളുമായി, കുടില തന്ത്രങ്ങളുമായി ഇന്നലെ ഇസ്ലാമിനെ, മുസ്ലിങ്ങളെ പീഡനങ്ങളിലൂടെ നശിപ്പിക്കുവാൻ വേണ്ടി പരിശ്രമിച്ച ആളുകൾ രംഗത്ത് വന്നു. ഈ സമയത്താണ് പരിശുദ്ധ ഖുർആനിൽ ആദ്യമായി യുദ്ധത്തിന് അനുവാദം നൽകിക്കൊണ്ടുള്ള ആയത്തുകൾ അവതരിപ്പിക്കപ്പെടുന്നത്. ഖുർആനിലെ 22ാമത്തെ അധ്യായം സൂറത്തുൽ ഹജ്ജിലെ 39-40 വചനങ്ങളാണ് ഈ രംഗത്ത് ആദ്യമായി അവതരിപ്പിക്കപ്പെട്ട വചനങ്ങൾ. ഉദിന ലില്ലദീന യുഖാതിലൂന ബിഅന്നഹും ദുലിമു വഇന്നല്ലാഹ അലാ നസ്രിഹിം ലഖദീർ അല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം ബിഗൈരി ഹഖിൻ ഇല്ലാ യഖൂലു റബ്ബുനല്ലാഹ്. ഖുർആൻ പറഞ്ഞു, പടച്ചോൻ പറഞ്ഞു, നിങ്ങൾക്ക് യുദ്ധത്തിന് അനുമതി നൽകപ്പെട്ടിരിക്കുന്നു. എന്താ കാരണം? നിങ്ങൾ പീഡിപ്പിക്കപ്പെട്ടതുകൊണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ സഹായിക്കുവാൻ കഴിയുന്നവൻ തന്നെയാണ്. ആരാണവർ? ഞങ്ങളുടെ രക്ഷിതാവ്, ഞങ്ങളുടെ ആരാധ്യൻ അല്ലാഹുവാണ്, സർവേശ്വരനായ തമ്പുരാനാണ് എന്ന് പറഞ്ഞ കാരണത്താൽ മാത്രം സ്വന്തം വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരാണ് അവർ. അതുകൊണ്ട് തന്നെ തിരിച്ചടിക്കാൻ അനുവാദം നൽകപ്പെട്ടിരിക്കുന്നു. ഈ ആദർശം അനുസരിച്ച് ജീവിക്കുവാനുള്ള, ഇത് പ്രബോധനം ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി, അതിനുള്ള അവകാശത്തിന് വേണ്ടി, അതിന് പടപൊരുതുവാൻ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. ആരുമായി പടപൊരുതാൻ? എല്ലാ നിഷ്കളങ്കരുടെ തലയിലും ബോംബ് കൊണ്ടേക്കാനാണോ? അതല്ലെങ്കിൽ മാറാട് സ്റ്റൈലിൽ എന്തെങ്കിലും ചെയ്യാനാണോ? ഇതല്ല ഖുർആന്റെ ആഹ്വാനം. ഖുർആൻ യുദ്ധത്തിന് പറഞ്ഞപ്പോ മുഴുവൻ യുദ്ധ കൽപ്പന ആരോടാണ്? രാജാവിനോടാണ്, രാജ്യത്തിന്റെ നേതാവിനോടാണ്, രാഷ്ട്രത്തിന്റെ അധികാരമുള്ള വ്യക്തിയോടാണ്. ആ വ്യക്തി തന്നെ ആരുമായിട്ടാണ് യുദ്ധം ചെയ്യേണ്ടത്? വഖാതിലൂ ഫീ സബീലില്ലാഹി അല്ലദീന യുഖാതിലൂനകും വലാ തഅതദൂ ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഅ്തദീൻ. ഖുർആനിലെ 2ാമത്തെ അധ്യായം സൂറത്തുൽ ബഖറയിലെ 190ാമത്തെ വചനം. നിങ്ങൾ യുദ്ധം ചെയ്യണം അല്ലാഹുവിന്റെ മാർഗത്തിൽ. ആരുമായി യുദ്ധം ചെയ്യണം? നിഷ്കളങ്കരായ മനുഷ്യരെ കൊന്നൊടുക്കുകയാണോ യുദ്ധം? അല്ല, നിങ്ങൾ യുദ്ധം ചെയ്യേണ്ടത് നിങ്ങളുമായി യുദ്ധത്തിന് വരുന്നവരുമായിട്ടാണ്. നിങ്ങളുമായി യുദ്ധത്തിന് വരുന്നവരുമായാണ് നിങ്ങൾ യുദ്ധം ചെയ്യേണ്ടത്. വലാ തഅതദൂ, നിങ്ങൾ ഒരിക്കലും അതിരുവിടാൻ പാടില്ല. കാരണം എന്താ? ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഅ്തദീൻ, പടച്ച തമ്പുരാൻ അതിര് കവിയുന്ന ആളുകളെ ഇഷ്ടപ്പെടുന്നേയില്ല. എന്നിട്ട് വീണ്ടും ഖുർആൻ പറഞ്ഞു, ഫൈനിൻ തഹു ഫൈനല്ലാഹ ഗഫൂറുർ റഹീം. അവർ അഥവാ പിന്മാറുകയാണെങ്കിൽ പിന്നീട് അവരും പീഡനമില്ലാതെയാക്കുന്നതിന് വേണ്ടി, അതോടൊപ്പം തന്നെ ദീൻ അള്ളാഹുവിന് വേണ്ടിയാക്കുന്നതിന് വേണ്ടി.
പടച്ച തമ്പുരാനെ മാത്രം ഭയപ്പെട്ടുകൊണ്ട് മതം സ്വീകരിക്കുകയും മതം തിരസ്കരിക്കുകയും ചെയ്യുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകണം. ആരെയെങ്കിലും ഭയപ്പെട്ടുകൊണ്ട്, രാജ്യത്തെ രാജാവിനെ ഭയപ്പെട്ടുകൊണ്ട്, ഏതെങ്കിലും പ്രദേശത്തെ കുങ്കാണിമാരെ ഭയപ്പെട്ടുകൊണ്ട് മതം സ്വീകരിക്കുകയോ തിരസ്കരിക്കുകയോ ചെയ്യുന്ന അവസ്ഥാവിശേഷം ഇല്ലാതെയാക്കുന്നതിന് വേണ്ടി നിങ്ങൾ യുദ്ധം ചെയ്യണം. മതസ്വാതന്ത്ര്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യേണ്ടി വന്നാൽ യുദ്ധം ചെയ്യണം. അവിടെയും പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, നിങ്ങൾ അഥവാ അവർ അതിൽ നിന്ന് വിരമിക്കുകയാണെങ്കിൽ, യുദ്ധത്തിൽ നിന്ന് വിരമിക്കുകയാണെങ്കിൽ, പിന്നീട് നിങ്ങൾ അവർക്കെതിരെ യാതൊരു നടപടിയും നടത്താൻ പാടില്ല. യുദ്ധത്തെക്കുറിച്ചുള്ള കൃത്യമായ വചനങ്ങൾ പരിശുദ്ധ ഖുർആനിലുണ്ട്. പക്ഷെ യുദ്ധം ആരുമായി? ഇങ്ങോട്ട് യുദ്ധം ചെയ്യുന്നവരുമായി കയ്യും കെട്ടി നോക്കി നിൽക്കണമെന്ന് ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ തലവനോട് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടില്ല. ഇങ്ങോട്ട് യുദ്ധം ചെയ്യാത്തിന് വരുന്ന ആളുകളുമായി, മതസ്വാതന്ത്ര്യം അനുവദിക്കാത്ത ആളുകളുടെ മുന്നിൽ പഞ്ചപുച്ഛമടക്കി നിന്ന് നിങ്ങൾ പറയുന്നതിനെ ഞങ്ങൾ ആരാധിച്ചോളാം എന്ന് പറയുന്ന ഒരവസ്ഥാവിശേഷത്തിന് വേണ്ടി ഇസ്ലാം മുസ്ലിങ്ങളോട് ആഹ്വാനം ചെയ്തിട്ടുമില്ല. മറിച്ച് മതസ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ നായകന്റെ നേതൃത്വത്തിൽ സമരം ചെയ്യേണ്ടി വന്നാൽ സമരം ചെയ്യണം എന്ന് തന്നെയാണ് ഇസ്ലാമിന്റെ കൽപ്പന. ഇങ്ങോട്ട് യുദ്ധം ചെയ്യുന്നവരുമായി മതസ്വാതന്ത്ര്യത്തെ ഹനിക്കുവാൻ വേണ്ടി, ഇസ്ലാമിക രാഷ്ട്രത്തെ തകർക്കുവാൻ വേണ്ടി കടന്നു വരുന്ന ശക്തികൾക്കെതിരെ ആയുധമേന്തി യുദ്ധം ചെയ്യേണ്ടി വന്നാൽ യുദ്ധം ചെയ്യണമെന്ന് തന്നെയാണ് ഇസ്ലാമിന്റെ കൽപ്പന, പരിശുദ്ധ ഖുർആന്റെ കൽപ്പന. ആ കൽപ്പനയോടനുബന്ധിച്ചുകൊണ്ട് യുദ്ധത്തെ കുറിച്ച് പറയുന്നിടത്ത് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, നിങ്ങൾ അവരെ കണ്ടിടത്ത് വെച്ച് കൊല്ലണം. ആരാ? യുദ്ധത്തിരംഗത്ത് യുദ്ധം ആഹ്വാനം ചെയ്യപ്പെട്ട സമയത്ത് പടയാളികൾ, അമുസ്ലിം പടയാളികൾ വരുമ്പോ അവരെ കണ്ടിടത്ത് വെച്ച് കൊല്ലണം എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അവരുടെ കഴുത്ത് നീട്ടിവെട്ടണമെന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഈ വചനങ്ങൾ എടുത്തുദ്ധരിച്ചുകൊണ്ടാണ് പാവപ്പെട്ട മനുഷ്യരെ, സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടി ഇത്തരം പേനയുദ്ധികൾ പരിശ്രമിക്കുന്നത്. അതെ, ഒരു വേദിയിൽ വെച്ച് ഒരു ബഹുമാന്യനായ സ്വാമിജി പോലും അദ്ദേഹം പറഞ്ഞു, ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് എങ്ങനെയാണ് ഇന്ത്യയിൽ ജീവിക്കാൻ പറ്റുക? കാരണം ഹിന്ദുവിനെ കണ്ടാൽ കഴുത്ത് നീട്ടി വെട്ടണം എന്നല്ല ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഇന്ത്യ രാജ്യത്തിന് മുസ്ലിങ്ങൾക്കും തമ്മിൽ ഉള്ള ബന്ധത്തിന് ഏകദേശം 1200ഓളം കൊല്ലത്തെ ചരിത്രമുണ്ട്. ഈ 1200 കൊല്ലത്തെ ചരിത്രത്തിൽ എവിടെയെങ്കിലും ഹിന്ദുവിനെ കഴുത്ത് നീട്ടി വെട്ടിയതായി ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? ഒരു സംഭവം? ഇപ്പൊ നിങ്ങൾക്ക് പറയാം, ചിലപ്പോൾ മുസ്ലിങ്ങളുടെ അടുത്ത് അധികാരമില്ലാഞ്ഞിട്ടാണ്. ശരി, അധികാരമുള്ള 1000ഓളം കൊല്ലം മുസ്ലിങ്ങളുടെ കയ്യിൽ അധികാരമുള്ള 1000ഓളം കൊല്ലം ഇന്ത്യയുടെ ചരിത്രത്തിലുണ്ടല്ലോ. ആ ചരിത്രത്തിൽ നിന്ന് പല സംഭവങ്ങളും ഇസ്ലാമിനെതിരെ അവരുടെ ഭരണം വർഗീയമായിരുന്നു എന്ന് വാദിക്കാൻ വേണ്ടി, എന്ന് പറയാൻ വേണ്ടി പല സംഭവങ്ങളും ധരിക്കാറുണ്ട്. പക്ഷെ ഒരു സംഭവം, ഏതെങ്കിലും ഒരു ചരിത്രകാരൻ ഒരു അമുസ്ലിമായി ഹിന്ദുവായി എന്ന കാരണത്താൽ കഴുത്ത് നീട്ടി വെട്ടിയതായി, ഒരാളെ കൊന്നതായി ഒരൊറ്റ സംഭവം, സിംഗിൾ ഇവന്റ് ചരിത്രത്തിൽ, ഈ 1000 കൊല്ലത്തെ ചരിത്രത്തിൽ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ട്? അപ്പൊ നമുക്ക് അറേബ്യൻ നാടുകളുമായിട്ടുള്ള ബന്ധത്തിന് പതിറ്റാണ്ടുകളുടെ ചരിത്രം ഉണ്ടല്ലോ. കേരളത്തിലെ ആളുകൾ, അവിടെ ഇസ്ലാമിക ഭരണമാണെന്നാണ് പറയപ്പെടുന്നത്. ഏതായിരുന്നാലും മുസ്ലിങ്ങൾ ഭൂരിപക്ഷമാണ്. അവിടെ ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്ന ഒരുപാട് ആളുകളുടെ കീഴിൽ ജോലി ചെയ്യാൻ അവസരം ലഭിച്ച പലരുണ്ട്, പല മുസ്ലിം സുഹൃത്തുക്കളുണ്ട്. സ്വകാര്യമായി വീടുകളിൽ ജോലി ചെയ്യുന്ന മുസ്ലിം സുഹൃത്തുക്കൾ അടക്കം അവരുടെ സ്വകാര്യതകളിൽ നിൽക്കുമ്പോൾ ഈ മുതലാളി പടച്ച തമ്പുരാന്റെ അടുത്ത് നിന്ന് പ്രതിഫലം കിട്ടാൻ വേണ്ടി ഖുർആനിൽ പറഞ്ഞൊരു കാര്യം നടപ്പാക്കിയ പടച്ചോന്റെ അടുത്ത് നിന്ന് കൂലിട്ടുമല്ലോ. കൂലി കിട്ടാൻ വേണ്ടി പാവപ്പെട്ട കാർ ഡ്രൈവറുടെ അടുത്ത് വന്ന് ഇവൻ ഹിന്ദുവാണ്, അതുകൊണ്ട് ഇയാളുടെ കഴുത്ത് നീട്ടി വെട്ടിയ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് കൂലി കിട്ടുമെന്ന് വിചാരിച്ച് വെട്ടിയ ഒരു സംഭവമെങ്കിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഈ വചനത്തിൽ നിന്ന് ലോകത്തെ മുസ്ലിങ്ങളൊന്നും ഇത് മനസ്സിലാക്കിയിട്ടില്ല എന്നും സ്വാമിജിക്ക് ഈ കാര്യം പറഞ്ഞെന്ന ആൾക്കാർ മാത്രമേ മനസ്സിലാക്കിയിട്ടുള്ളൂ എന്നല്ലതിന്റെ അർത്ഥം. ഇപ്പൊ എന്താ സംഭവം? യുദ്ധരംഗത്ത് സ്വാമിജി ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി, മുസ്ലിങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി യുദ്ധരംഗത്ത് വരികയും തിരിച്ചുള്ള ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ സ്ഥാനത്ത് എന്നെ പോലെയുള്ള ആളുകൾ യുദ്ധരംഗത്ത് നിൽക്കും ചെയ്യുകയാണെങ്കിൽ, നമ്മൾ പരസ്പരം പോരാടുകയാണെങ്കിൽ തീർച്ചയായും സ്വാമിയുടെ കഴുത്ത് നീട്ടി തന്നെ വെട്ടണം എന്നുള്ളതാണ് ഇസ്ലാമിന്റെ കൽപ്പന. ആ കൽപ്പനയിൽ എന്ത് മാനവിക വിരുദ്ധമായ ആശയമാണുള്ളത്? ഈ കൽപ്പനയെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടി ബോധപൂർവം പരിശ്രമിക്കുകയാണ് ഇത്തരം ആളുകൾ. സത്യത്തിൽ മാറാട്ടുണ്ടായത് എന്താ? ഖുർആനുമായിട്ട് അതിനെന്ത് ബന്ധം? നമുക്കറിയാലോ, ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല.
മാറാട് നടന്നത് കുടുംബപരമായ ഒരു പ്രതികാരം. ഇസ്ലാമിക വീക്ഷണത്തിൽ ഒരിക്കലും നീതീകരിക്കാനോ ന്യായീകരിക്കുവാനോ പാടില്ലാത്ത, സാധ്യമല്ലാത്തൊരു ഏർപ്പാട്. ഇസ്ലാമിക രാഷ്ട്രത്തിൽ പോലും ഒരു മുസ്ലിമിന് ആയുധമെടുക്കുവാൻ അധികാരമില്ല, മുസ്ലിം വ്യക്തിക്ക്, മുസ്ലിം പൗരന്. അതുകൊണ്ട് തന്നെ അഖ്ദ് നിലനിൽക്കുന്ന ഒരു ഇസ്ലാമികേതര രാജ്യത്ത് ആ രാജ്യത്തെ നിയമകൂടത്തിന് വിധേയമായിട്ടല്ലാതെ ആയുധമെടുക്കുവാൻ, പ്രതികാരം ചെയ്യുവാൻ ഒരു മുസ്ലിമിനും ഇസ്ലാം അധികാരം നൽകിയിട്ടില്ല. അങ്ങനെയാകുമ്പോ ഇസ്ലാമികമായ വീക്ഷണകോണിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ അത്തരം കാര്യങ്ങൾക്ക് ഇസ്ലാമിന്റെ യാതൊരു പിന്തുണയുമില്ല എന്ന് മാത്രമല്ല, ഇസ്ലാം അതിനെ എതിർക്കുകയും ചെയ്യുന്നു. നമുക്കറിയാവുന്ന കാര്യം, എല്ലാ മുസ്ലിം സംഘടനകളും പറഞ്ഞ കാര്യം, മുസ്ലിം പണ്ഡിതന്മാർ പറഞ്ഞ കാര്യം. പക്ഷേ ഖുർആനിന്റെ അകത്തളങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഇതിൽ നിന്ന്, ഖുർആനിൽ നിന്ന് തന്നെ ഈ മാറാടിനെ ഉണ്ടാക്കിയെടുക്കണം, പരിണമിപ്പിച്ചുണ്ടാക്കണം, ഉത്ഭൂതമാക്കണം എന്ന ആഗ്രഹമുള്ള ആളുകൾ, അവരാണ് യഥാർത്ഥത്തിൽ മാറാടുകൾ സൃഷ്ടിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ കേരളീയ മനസാക്ഷിക്ക് കഴിയുമെങ്കിൽ അവിടെ നിന്ന്, ആ തിരിച്ചറിവിൽ നിന്ന് നമുക്ക് നമ്മുടെ കേരളത്തിന്റെ ഭൂതകാലത്തിലേക്ക് തിരിച്ചു പോകാൻ, അഥവാ പരസ്പര സ്നേഹത്തോടുകൂടി, സഹിഷ്ണുതയോടുകൂടി, പരസ്പരം പങ്കുവെച്ചുകൊണ്ട്, പരസ്പരം അറിയിച്ചും കൊണ്ട് ജീവിച്ചിരുന്ന ഇന്നലകളിലേക്ക് കടന്നു പോകാൻ നമുക്ക് കഴിയും എന്നുള്ളതാണ് സത്യം. പരിശുദ്ധ ഖുർആൻ ഒരിക്കലും ഭീകരതയെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല, പഠിപ്പിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കുക. ഈ വിഷയകമായി ഒരുപാട് സംസാരങ്ങളും ഒരുപാട് രചനകളും ഉണ്ട്. നിങ്ങൾക്ക് കൂടുതൽ പഠനത്തിന് അവയെ ആശ്രയിക്കാവുന്നതാണ്. കൃത്യം 9 മണിക്ക് പരിപാടി അവസാനിക്കുന്നതാണ്. ഇതര സഹോദരങ്ങൾ ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ മൈക്ക് പോയിന്റിൽ എത്തേണ്ടതാണ്. എൻ്റെ പേര് നൗഷാദ്. ഇസ്ലാം അനുവദിച്ചതോ വിലക്കിയതോ ആയ കാര്യങ്ങൾ തെറ്റാണെന്ന് തെളിയിക്കപ്പെടാൻ സാധിക്കുകയില്ല എന്നതാണ് ഇസ്ലാമിൻ്റെ അവകാശവാദം. എന്നാൽ അടിമത്തം ഇസ്ലാം വിലക്കിയിട്ടില്ല. ഇത് അനിവാര്യമായ ഒന്നാണോ? ഒന്ന് വിശദീകരിക്കാൻ. സഹോദരന്റെ ചോദ്യം, അടിമത്തത്തോടുള്ള ഇസ്ലാമിന്റെ സമീപനം എന്താണ്? ആദ്യമായി നാം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ചുറ്റുപാടുകളിൽ ഇല്ലാത്തൊരു സമ്പ്രദായമാണ് അടിമത്തം. പുരാതന കാലത്ത് അടിമത്തം ആ സമൂഹത്തിൽ ചെലുത്തിയ സ്വാധീനം എന്തായിരുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ മാത്രമേ അടിമത്തത്തോടുള്ള ഇസ്ലാമിന്റെ സമീപനത്തിന്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ഒരുവൻ മറ്റൊരുത്തന്റെ സമ്പൂർണ്ണ അധികാരത്തിന് വിധേയമാകുന്നു, അതല്ലെങ്കിൽ ഒരുത്തന്റെ സമ്പത്തും ആരോഗ്യവും കുടുംബവും എല്ലാം മറ്റുള്ളവന്റെ അടുത്ത് അവനെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് അവന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ അനുധാവനം ചെയ്ത് ജീവിക്കേണ്ടവനാണ് അടിമ. അവന് യാതൊരു സ്വാതന്ത്ര്യവും ഉടമ അനുവദിച്ചു നൽകുന്നില്ല. ഇത്തരത്തിലുള്ള ഈ അടിമത്ത സമ്പ്രദായത്തിന്റെ ഉൽപ്പത്തിയെ കുറിച്ച് വ്യത്യസ്ത അഭിപ്രായമുണ്ടെങ്കിലും ക്രിസ്തുവിന് ഏകദേശം 20 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ അടിമത്തം നിലനിന്നിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ലോകത്തിന്റെ വ്യത്യസ്ത ഇടങ്ങളിൽ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അടിമത്തം നിലനിന്നിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ഭാരതത്തിൽ അടിമത്തം നിലനിന്നിരുന്നത് ചാതുർവർണ്ണത്തിന്റെ രൂപത്തിലാണ്. ഋഗ്വേദത്തിലെ 10-ാം മണ്ഡലത്തിലെ 90-ാം സൂക്തത്തിലെ 12-ാമത്തെ ഋക്കിൽ ബ്രാഹ്മണോസ്യ മുഖവാസീത് ബാഹു രാജന്യകൃത ഓരോ തദസ്യ ദൈശയ പദ്ഭ്യാം ശൂദ്രോ അജായത എന്ന് വെച്ചാൽ പരമപുരുഷന്റെ ശിരസിൽ നിന്നാണ് ബ്രാഹ്മണനും, കൈകളിൽ നിന്നാണ് ക്ഷത്രിയനും, തുടകളിൽ നിന്നാണ്, ഉരുക്കളിൽ നിന്നാണ് വൈശ്യനും, പാദത്തിൽ നിന്നാണ് ശൂദ്രനും എന്നുള്ള വിശ്വാസം. അതുകൊണ്ട് തന്നെ പാദത്തിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ട ശൂദ്രൻ സവർണരുടെ, മേൽജാതിക്കാരുടെ പാദസേവകനായി കഴിഞ്ഞുകൂടേണ്ടവനാണ്, അവന് യാതൊരു സ്വാതന്ത്ര്യവുമില്ല എന്ന് മുന്നോട്ട് വയ്ക്കുന്ന ഒരു തരത്തിലുള്ള വിശ്വാസവും സമ്പ്രദായവും ഈ ഭാരതത്തിലുമുണ്ടായിരുന്നു. എന്നാൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അടിമത്തോടുള്ള ഇസ്ലാമിന്റെ സമീപനം വളരെ കൃത്യമാണ്. പൗരാണിക സമൂഹങ്ങളിൽ ആഴത്തിൽ ഇറങ്ങി നിന്നിരുന്ന ഈ സമ്പ്രദായത്തെ പെട്ടെന്നുള്ളൊരു കൽപ്പനയിലൂടെ നിർത്തലാക്കുകയല്ല ഇസ്ലാം ചെയ്തത്, മറിച്ച് അതിനെ ഇല്ലാതാക്കാനുള്ള പ്രായോഗിക നടപടികളാണ് ഇസ്ലാം സ്വീകരിച്ചത്.
ആ നടപടികൾ എന്തെന്ന് നാം മനസ്സിലാക്കുന്നതിന് മുമ്പ് അടിമയുടെയും ഉടമയുടെയും മനഃശാസ്ത്രപരമായ അവസ്ഥയെക്കുറിച്ച് ഞാനും നിങ്ങളും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഒരടിമയെ സംബന്ധിച്ചിടത്തോളം അവന് ഉത്തരവാദിത്തങ്ങൾ ഏൽക്കാൻ കഴിയുകയില്ല. അവനോട് എന്താണോ കൽപ്പിച്ചത് അത് പ്രവർത്തിക്കാനല്ലാതെ ഉത്തരവാദിത്തങ്ങൾ അവനെ ഏൽപ്പിക്കുന്ന പക്ഷം അത് ശരിയായ അർത്ഥത്തിൽ നിർവഹിക്കാൻ അവൻ ഒരിക്കലും സാധ്യമല്ല. അധമത്വത്തിന്റെ ഭാഗമാണ് അവന്റെ മനസ്സ്. എന്നാൽ ഒരു ഉടമയെ സംബന്ധിച്ചിടത്തോളം അഹങ്കാരത്തിന്റെ ഒരു പ്രതീകമാണ്. എന്ന് വെച്ചാൽ കൽപ്പിക്കാനും എന്തും കൽപ്പിക്കാനുമുള്ള ഒരു പ്രത്യേകമായ അവസ്ഥയാണ് ഉടമയുടെ. ഈ വ്യത്യസ്ത തലങ്ങളിൽ നിൽക്കുന്ന അടിമയുടെയും ഉടമയുടെയും മാനസിക അവസ്ഥകളെ ഇസ്ലാം ഒരേ വിധാനത്തിലേക്ക് കൊണ്ടുവരികയും അങ്ങനെ കൊണ്ടുവന്നാൽ മാത്രമേ അടിമത്തത്തെ ശരിയായ അർത്ഥത്തിൽ ഇല്ലാതാക്കാൻ നിർമ്മാർജ്ജനം ചെയ്യാൻ കഴിയുകയുള്ളൂ എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. ഇസ്ലാം പ്രകൃതി മതമാണല്ലോ. കാരണം മനുഷ്യന്റെ മാനസികാവസ്ഥകളെ, പ്രത്യേകിച്ച് ഉടമയുടെയും അടിമയുടെയും മാനസികാവസ്ഥകളെ ഒരേ വിധാനത്തിലേക്ക് കൊണ്ടുവരാതെ അടിമത്തം നിർമ്മാർജ്ജനം ഒരിക്കലും സാധ്യമല്ല. ഉദാഹരണം, അബ്രഹാം ലിങ്കന്റെ ഭഗീരഥ പ്രയത്നത്തിന്റെ ഭാഗമായി നിരവധി അടിമകൾക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. പക്ഷെ സ്വാതന്ത്ര്യം ലഭിച്ചവർ രംഗത്ത് വന്നപ്പോ അവർ എന്ത് ചെയ്യണമെന്നറിയാതെ അങ്കലാപ്പിലാകുകയാണ്. അവർ തിരിച്ച് തങ്ങളുടെ ഉടമകളുടെ അടുക്കലേക്ക് വന്നുകൊണ്ട് പറയുന്നത്, ഞങ്ങളെ നിങ്ങൾ അടിമകളായി സ്വീകരിക്കണമെന്ന്. കാരണം ഞങ്ങൾക്ക് ഈ സ്വാതന്ത്ര്യം അടിമത്തത്തെക്കാൾ ഭാരമായി അനുഭവപ്പെടുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ പ്രയാസപ്പെട്ട് നിൽക്കുന്ന അടിമകൾ. അതുകൊണ്ട് തന്നെ ഇസ്ലാം ഈ അടിമയുടെയും ഉടമയുടെയും മാനസികാവസ്ഥകളെ ഒരേ തലത്തിലേക്ക് കൊണ്ടുവരികയാണ്. അടിമത്തത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയുടെ ഭാഗമായി ഇസ്ലാം ആദ്യമായി മുന്നോട്ട് വെച്ചത് സാഹോദര്യം വളർത്തുകയാണ് ചെയ്തത്. അടിമയും ഉടമയും പരസ്പരം സഹോദരങ്ങളാണ് എന്നും അവരുടെ നാഥൻ ഒന്നാണ് എന്നും ഒരേ മാതാവിന്റെയും പിതാവിന്റെയും മക്കളാണ് അവരെന്നുള്ള സാഹോദര്യത്തിന്റെ സന്ദേശം ഖുർആനിലെ 49-ാം അധ്യായം സൂറത്തുൽ ഹുജറാത്തിലെ 13-ാമത്തെ വചനം, യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ വജഅൽനാകും ശുഉബൻ വഖബായില ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. മനുഷ്യരെ നിങ്ങളെ നാം ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. വ്യത്യസ്ത ഗോത്രങ്ങളും ജനപദങ്ങളുമാക്കിയത് നിങ്ങൾ പരസ്പരം തിരിച്ചറിയപ്പെടുവാൻ വേണ്ടി മാത്രം. നിങ്ങളിൽ ആദരണീയൻ ദൈവം തമ്പുരാന്റെ അടുക്കൽ ധർമ്മനിഷ്ഠ പാലിക്കുന്നവൻ മാത്രമാണ്. അതല്ലെങ്കിൽ ഉടമയായതുകൊണ്ടോ ദൈവം തമ്പുരാന്റെ അടുക്കൽ പ്രത്യേക സ്ഥാനമാനങ്ങളില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാം സാഹോദര്യത്തിന്റെ സന്ദേശം മുന്നോട്ട് വയ്ക്കുകയാണ്. കൂടാതെ പ്രവാചകൻ അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ ഹജ്ജത്തുൽ വിദായിലെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചത് ഇത് തന്നെയാണ്. അറബിക്ക് അനറബിയേക്കാളോ കറുത്തവന് വെളുത്തവനേക്കാളോ ഒരു പ്രത്യേകതയും ഇല്ല ധർമ്മനിഷ്ഠയുടെ തഖ്വയുടെ അടിസ്ഥാനത്തിലല്ലാതെയാണ്. ഇങ്ങനെ സാഹോദര്യത്തെ കുറിച്ച് പഠിപ്പിക്കുക വഴി ഉടമയും അടിമയും സഹോദരനാണ് എന്നുള്ള അവസ്ഥയിലേക്ക് ഇസ്ലാം കൊണ്ടുവരികയും അതുകൊണ്ട് തന്നെ ഉടമയ്ക്ക് അടിമയെയും അടിമയ്ക്ക് ഉടമയെയും പരസ്പരം സഹോദരനാണ് എന്നുള്ള ഭാവത്തോട് കാണാനുള്ള അവസ്ഥ ഇസ്ലാം സൃഷ്ടിക്കുന്നു. 2, അടിമയുടെ അവകാശത്തെ കുറിച്ച് ഇസ്ലാം ബോധ്യപ്പെടുത്തുകയാണ്. ഒരടിമ ഉടമയുടെ കൽപ്പനകൾ സമ്പൂർണമായും സ്വീകരിച്ചുകൊണ്ട് ശിരസാ വഹിച്ചുകൊണ്ട് കഴിയേണ്ടവൻ മാത്രമല്ല, അവന് ചില അവകാശങ്ങളും ലഭിക്കേണ്ടിയിരിക്കുന്ന അവകാശങ്ങളുണ്ട് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. ഒരടിമയെ സംബന്ധിച്ചിടത്തോളം അവന് വസ്ത്രവും ഭക്ഷണവും പാർപ്പിടവും നൽകുക എന്നുള്ളത് ഉടമയുടെ ബാധ്യതയാണ്. അവന്റെ ലൈംഗിക വൈകാരികതയ്ക്ക് ശമനമുണ്ടാക്കുന്നതിന് വേണ്ടി വിവാഹം കഴിച്ചു കൊടുക്കൽ ഒരു ഉടമയുടെ ബാധ്യതയാണ്. മാത്രമല്ല അവനെ മൃഗതുല്യനായി പണിയെടുപ്പിക്കുന്നതിന് വേണ്ടി അവനെ ഷണ്ഡീകരിക്കരുത് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അങ്ങനെ ഷണ്ഡീകരിക്കുന്ന അടിമയെ ഞാൻ ഷണ്ഡീകരിക്കുമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതികരിച്ചത്. അടിമയെ കൊല്ലുന്നവൻ ഞാൻ കൊല്ലും, അടിമയെ ഷണ്ഡീകരിക്കുന്നവനെ ഞാൻ ഷണ്ഡീകരിക്കുമെന്ന് പ്രവാചക കൽപ്പന. ഇങ്ങനെ അടിമയുടെ അവകാശത്തെ കുറിച്ച് ഇസ്ലാം ബോധ്യപ്പെടുത്തുന്നു. 3-മതായി അടിമകളെ മോചിപ്പിക്കുക എന്നുള്ളത് ഒരു പുണ്യകർമ്മമായി കൊണ്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ 90-ാം അധ്യായം സൂറത്തുൽ ബയ്യനയിൽ പറയുന്നത് ഫഖ്റു റഖബാൻ, മലമ്പാത അവൻ താണ്ടി കടന്നിട്ടില്ല എന്ന് പറയുന്നിടത്ത് ഖുർആൻ ഉണർത്തിയത് അടിമത്വ മോചനം ഒരു പുണ്യകർമ്മമായി കൊണ്ട് ഇസ്ലാം പഠിപ്പിക്കുന്നതിന്റെ ഭാഗമായി അടിമകളെ മോചിപ്പിക്കുകയെങ്കിൽ ദൈവം തമ്പുരാന്റെ അടുക്കൽ പ്രതിഫലം നേടിയെടുക്കാൻ കഴിയുമെന്ന് ഇസ്ലാം പഠിപ്പിച്ചപ്പോൾ അതിന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോലെയുള്ള നിരവധി സഹാബിവര്യന്മാർ ആ രംഗത്ത് വരികയും അതുവഴിക്ക് നിരവധി അടിമകൾക്ക് സ്വാതന്ത്ര്യം ലഭിക്കുകയും ചെയ്യുകയുണ്ടായി. 4-മതായി നാം മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഈ അടിമകളെ മോചിപ്പിക്കൽ മനഃപൂർവ്വമുള്ള ചില കുറ്റകൃത്യങ്ങൾക്ക് പ്രായശ്ചിത്തമായി കൊണ്ട് അടിമകളെ മോചിപ്പിക്കാൻ ഇസ്ലാം പഠിപ്പിച്ചു. ഉദാഹരണമായി പറഞ്ഞാൽ മനഃപൂർവ്വമുള്ള കൊലപാതകം,
അതേപോലെ മനഃപൂർവ്വം തന്റെ ഭാര്യയോട് ഒരു ഭർത്താവ് പറയുകയാണ്, ഇന്നു മുതൽ നീയുമായിട്ടുള്ള ബന്ധം അന്തക്കല്ലഹിരി ഉമ്മി, നീ എന്റെ ഉമ്മയുടെ മാതാവിനെ പോലെ, നീ എന്റെ മാതാവിന്റെ മുതുകിനെ പോലെയാണ് എന്ന് വെച്ചാൽ നീയുമായിട്ടുള്ള ബന്ധം ഇന്നു മുതൽ എനിക്ക് എന്റെ മാതാവുമായിട്ടുള്ള ബന്ധം പോലെയാണ് ഒരുത്തൻ പ്രഖ്യാപിച്ചാൽ അതിനുള്ള കഫാറത്തായി പ്രായശ്ചിത്തമായി അടിമയെ മോചിപ്പിക്കാൻ ഇസ്ലാം പഠിപ്പിക്കുന്നു. മനഃപൂർവ്വമുള്ള കൊലയ്ക്ക് പ്രായശ്ചിത്തമായി അടിമയെ മോചിപ്പിക്കാൻ ഇസ്ലാം പറയുന്നു. ഇങ്ങനെ ചില മനഃപൂർവ്വമുള്ള കുറ്റകൃത്യങ്ങൾക്ക് ഇസ്ലാം അടിമകളെ മോചിപ്പിക്കണമെന്ന് പറയുകയാണ്. ഈ തരത്തിൽ നിരവധി അടിമകൾക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. അഞ്ചാമതായി, ഒരടിമയ്ക്ക് അവന് മോചനം ലഭിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഉടമയുമായി ഒരു വ്യവസ്ഥ ചെയ്യാം, ഒരു കരാറിൽ ഏർപ്പെടാം. നിശ്ചിത സമയത്തിനുള്ളിൽ നിശ്ചിത സംഖ്യ ഞാൻ താങ്കൾക്ക് തന്നുകൊള്ളാം, എങ്കിൽ താങ്കൾ എനിക്ക് സ്വാതന്ത്ര്യം നൽകണം എന്നുള്ള മുഖാത്തബ എന്ന സാങ്കേതികമായി അറബിയിൽ അറിയപ്പെടുന്ന ഒരു കരാർ. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഉടമയ്ക്ക് തന്റെ അടിമയുടെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്നതോടൊപ്പം തന്നെ പുറത്തുപോയി ജോലി ചെയ്യാനും അതിൽ നിന്ന് ലഭിക്കുന്ന പൈസ കൊണ്ട് നിശ്ചിത സമയത്തിനകത്ത് നിശ്ചയിച്ച സമ്പത്ത്, നിശ്ചയിച്ച ഓഹരി അദ്ദേഹത്തിന് നൽകിക്കൊണ്ട് സ്വാതന്ത്ര്യം നേടിയെടുക്കാവുന്നതാണ്. ഇങ്ങനെയുള്ള 5ഓളം നടപടികളിലൂടെ ഇസ്ലാം അടിമത്ത നിർമ്മാർജ്ജനത്തിനുള്ള നടപടികളായി കൊണ്ടാണ് ഇവയെല്ലാം നിശ്ചയിക്കുന്നത്. അപ്പോ അടിമയും ഉടമയും സഹോദരനാണ് എന്നും അവന് അവന്റേതായ അവകാശങ്ങൾ ഉണ്ട് എന്നും എല്ലാം തന്നെ ഇസ്ലാം പഠിപ്പിക്കുക വഴി, ഇത്തരം നടപടിക്രമങ്ങളിലൂടെ വഴി എന്നേക്കുമായി അടിമത്തെ തന്നെ ഈ ഭൂമിയിൽ നിന്ന് പറിച്ചു മാറ്റാനാണ് ഇസ്ലാം യഥാർത്ഥത്തിൽ പഠിപ്പിച്ചത്. അതല്ലാതെ ഇസ്ലാം ഒരിക്കലും അടിമത്തത്തെ പ്രോത്സാഹിപ്പിച്ചിട്ടേ ഇല്ല എന്നാണ് എനിക്കിവിടെ സൂചിപ്പിക്കുവാനുള്ളത്. സഹോദരങ്ങളെ, സുഹൃത്തിന് എന്തെങ്കിലും അതിനോട് വല്ല ചോദ്യം ഉണ്ടോ? അനുബന്ധ ചോദ്യം ഇല്ല. ഇതിനോടനുബന്ധിച്ചുള്ള ചോദ്യം. അതായത് ഏതായിരുന്നാലും ഇസ്ലാം അടിമത്തത്തെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. അത് നിയമം മൂലം വിലക്കിയിട്ടില്ലെങ്കിലും അത് ഒഴിവാക്കാൻ വേണ്ടിയുള്ള ഒരുപാട് അടിമത്തം ഒഴിവാക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ പ്രവാചകൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പ്രവാചകന്റെ അനുയായികൾ പ്രവാചകൻ നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ ഏതാണ്ടെല്ലാം പാലിച്ച സ്ഥിതിക്ക് പ്രവാചക അനുയായികൾ ഈ അടിമത്തം പൂർണ്ണമായി വെടിയാൻ തയ്യാറായിരുന്നു, പ്രവാചകന്റെ കാലഘട്ടം കഴിയുന്നതോടുകൂടി തയ്യാറായിരുന്നു എന്നറിയാൻ താല്പര്യമാണ്. ഇവിടെ എന്താ വെച്ചാൽ അടിമത്തം ഇസ്ലാം നിരോധിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഇവിടെ മനസ്സിലായല്ലോ. അടിമത്തം എന്നുള്ള അന്നത്തെ കാലത്തല്ല, ഇപ്പൊ ഈ അടുത്ത കാലം വരെ 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കം വരെ ലോകത്തെ എല്ലാ രാജ്യത്തിന്റെ സമ്പദ്ഘടനയെ കാര്യമായിട്ട് സ്വാധീനമുള്ള ഒരു സാധനമാണ് അടിമ. അപ്പൊ ഒരു രാജ്യത്തിന് മാത്രമായി അടിമത്ത നിരോധനം സാധ്യമല്ല. കാരണം എന്താന്ന് വെച്ചാൽ അടിമ ഉണ്ടാകുന്ന പല മാർഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗം, പല മാർഗങ്ങളിൽ ഒന്ന് യുദ്ധത്തിലെ ക്യാപ്റ്റീവ്സിനെ അടിമകളാക്കുക എന്നുള്ളതാണ്. യുദ്ധത്തിലെ ബന്ദികൾ അടിമകളാക്കി മാറ്റുക എന്നുള്ളതാണ്. ആ യുദ്ധത്തിലെ ബന്ദികൾ അടിമകളാക്കി മാറ്റുക എന്ന് അടിമത്തം നിരോധിച്ചു കഴിഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് ബന്ദികൾ അടിമകളാക്കി മാറ്റാൻ കഴിയില്ല. അതേസമയം ഇസ്ലാമുമായി യുദ്ധം ചെയ്യുന്ന ആളുകൾ അവർക്ക് ഇങ്ങനത്തെ നിയമമൊന്നുമില്ല, നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ട്. അപ്പോ മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും തമ്മിൽ ഒരു യുദ്ധം ഉണ്ടാവുകയാണ്. ആ യുദ്ധത്തിൽ സ്വാഭാവികമായിട്ട് മുസ്ലിങ്ങളിൽ നിന്ന് കുറെ ആളുകളെ ബന്ദികളാക്കി അമുസ്ലിങ്ങൾ പിടിക്കും, അമുസ്ലിങ്ങളിൽ നിന്ന് കുറെ ആളുകളെ ബന്ദികളാക്കി മുസ്ലിങ്ങളും പിടിക്കും. ഇവരിൽ മുസ്ലിങ്ങൾ പിടിച്ച ബന്ദികളെ എന്ത് ചെയ്യണം? അടിമത്തം നിരോധിച്ചാൽ എന്ത് ചെയ്യണം? അവരെ മുസ്ലിം രാഷ്ട്രം തീറ്റിപ്പോറ്റും വേണം, അവർക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കും വേണം. എന്നാൽ അവരെ കൊണ്ട് ഒരു അധ്വാനിപ്പിക്കാനും പറ്റില്ല. അതേസമയം അമുസ്ലിം രാഷ്ട്രത്തിനോ അവർക്ക് ഇങ്ങനത്തെ നിയമമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ മുസ്ലിങ്ങളിൽ നിന്ന് പിടിച്ച ആളുകൾ അവർക്ക് എന്താക്കി മാറ്റാം? അടിമകളാക്കി മാറ്റാം. അവിടെ എന്താ ഉണ്ടാവുക? ഇസ്ലാം അടിമത്തം നിരോധിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയത്. അതുകൊണ്ട് തന്നെ യുദ്ധം കഴിഞ്ഞാൽ ഒരു സാധാരണയായിട്ട് ഇന്നുണ്ട് ഒരു നെഗോസിയേഷൻ ടോക്സ്. യുദ്ധം കഴിഞ്ഞാൽ എന്തുണ്ടാകും? ഞങ്ങൾ പിടിച്ച ക്യാപ്റ്റീവ്സിനെ, ഞങ്ങൾ പിടിച്ച ബന്ദികളെ നിങ്ങൾക്കും വിട്ടുതരാം, നിങ്ങൾ പിടിച്ച ബന്ദികളെ ഞങ്ങൾക്കും വിട്ടുതരാം. സാധാരണ യുദ്ധാനന്തരം ഉണ്ടാവുന്ന ഒരു ട്രീറ്റി അങ്ങനെയാണ്. ഇസ്ലാം അടിമത്തം ഏകപക്ഷീയമായി നിരോധിച്ചിരുന്നെങ്കിൽ ഇത് സാധ്യമല്ല. കാരണം എന്താണ്? അമുസ്ലിങ്ങൾക്കറിയാം ഞങ്ങളിൽ നിന്ന് പിടിച്ചുകൊണ്ടോ പോയ ആളുകളെ ഇവർക്ക് കൊല്ലാനും പറ്റൂല, ഇവരെ അടിമകളാക്കി മാറ്റാനും പറ്റൂല. അപ്പൊ ഇസ്ലാമിക രാഷ്ട്രത്തിൽ അവരെ സുഖമായിട്ട് ജീവിക്കായിരിക്കും, ഇവർക്കറിയാത്. അതേസമയം ഇവർക്കോ ഞങ്ങൾ പിടിച്ച ആളുകളോ
ഞങ്ങൾ പിടിച്ച ആളുകൾക്ക്, മുസ്ലിങ്ങളെ ചിന്തിക്കാൻ എന്താ, ഞങ്ങൾ പിടിച്ച ആളുകൾ അവരെ അടിമകളാക്കി മാറ്റാം, ഒരു പ്രശ്നമില്ല. ഞങ്ങളുടെ സഹോദരന്മാർ അവിടെ പോയിട്ട് പ്രയാസപ്പെടുന്നുണ്ടെങ്കിലാണല്ലോ ഇവരെ പ്രയാസപ്പെടുത്താതെ അങ്ങോട്ട് പറഞ്ഞേക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ ഏകപക്ഷീയമായി ഇസ്ലാം അടിമത്തം നിരോധിച്ചിരുന്നുവെങ്കിൽ മുസ്ലിം ലോകത്തിന് ഏറ്റവും പ്രയാസകരമാകുമായിരുന്നു. മുസ്ലിം ലോകത്തിന് അതിന്റെ ചരിത്രപരമായ ദിഗ്വിജയങ്ങൾക്കൊന്നും സാധിക്കുകയില്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. അപ്പൊ അതുകൊണ്ട് തന്നെ സർവശക്തനായ സർവജ്ഞനായ പടച്ചതമ്പുരാൻ അടിമത്വം ഏകപക്ഷീയമായി നിരോധിച്ചില്ല, എന്നാൽ അടിമത്തം ഇല്ലാതാക്കാനുള്ള സമ്പ്രദായങ്ങൾ ഉണ്ടാക്കി. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും പുതിയ അടിമകൾ ഉണ്ടായി. അടിമത്തം ഇല്ലാതാക്കുവാൻ ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകി. എന്നാൽ ഈ യുദ്ധവും യുദ്ധാനന്തര സ്വത്തും നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അടിമകൾ അതിന്റെ സ്വാഭാവിക ഉപോൽപ്പന്നമായിട്ടുണ്ടായി. പക്ഷെ അടിമകൾ ഉണ്ടായി എങ്കിലും ആ അടിമകളോട് മാന്യമായി പെരുമാറുന്ന അവസ്ഥ ഉണ്ടായി. ഇനി ഒരു അടിമന്റെ വീക്ഷണത്തിൽ ഇസ്ലാം അടിമത്വം നിരോധിക്കുന്നതാണോ നിരോധിക്കാതിരിക്കുന്നതാണോ നല്ലത്? ഇപ്പോഴത്തെ അവസ്ഥ വെച്ചാണ്ട് അടിമത്വത്തെ നമ്മൾ നോക്കിക്കാണാണ്. എന്നാൽ അടിമന്റെ വീക്ഷണത്തിൽ നോക്കുക, ഒരു മുസ്ലിമിന്റെ അടിമയാകുന്നതാണോ അതോ ഇതേ അടിമ നിരോധിക്കപ്പെട്ടാൽ എന്താ ഉണ്ടാവുക? ഇയാൾ പോയി ഒരു അമുസ്ലിമിന്റെ അടിമയായി മാറും, ഒന്നിക്ക് വിൽക്കപ്പെടുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വഴിക്ക് മുസ്ലിമിന്റെ അടിമയായി മാറും. ഒരു മുസ്ലിമിന്റെ അടിമ, അയാൾ അടിമ എന്ന് പോലും വിളിക്കാൻ പാടില്ല. അയാൾക്ക് ഇയാൾ ഉടുക്കുന്നുണ്ടെങ്കിൽ ഉടുക്കാൻ കൊടുക്കണം, ഇയാള് പിന്നെ പാർക്കുന്നുണ്ടെങ്കിൽ പാർക്കാൻ കൊടുക്കണം, കുടിക്കുന്നുണ്ടെങ്കിൽ കുടിക്കാൻ കൊടുക്കണം. അയാളെ ഉപദ്രവിക്കാൻ പാടില്ല, അയാളെ അഭിമാനത്തിന് ക്ഷതം വരുത്താൻ പാടില്ല, അയാൾക്ക് ഷണ്ഡീകരിക്കാൻ പാടില്ല, അയാളെ പ്രയാസപ്പെടുത്താൻ പാടില്ല, അയാളെ കൊല്ലാൻ പാടില്ല. എന്നാൽ അമുസ്ലിമിന്റെ കീഴിലാണെങ്കിലോ ഇതേ ആള് ഏത് സമയത്തും കൊല ചെയ്യപ്പെടാം, ഏത് സമയത്തും ഷണ്ഡീകരിക്കപ്പെടാം, ഏത് സമയത്തും ആക്രമിക്കപ്പെടാം, ഏത് സമയത്തും അപമാന ഭാരം തലയിലേറ്റിക്കൊണ്ട് നടക്കണം. എല്ലാ അർത്ഥത്തിലും മൃഗത്തിന് തുല്യമായ ഒരു അവസ്ഥാവിശേഷം. ഇപ്പൊ ഒരു അടിമന്റെ വീക്ഷണത്തിൽ അടിമത്തം നിരോധിക്കുകയാണോ ഇസ്ലാം ചെയ്യേണ്ടത്, നിരോധിക്കാതിരിക്കുകയാണോ ചെയ്യേണ്ടത്? ഇസ്ലാം ഏകപക്ഷീയമായി അടിമത്തം നിരോധിക്കുന്നതുകൊണ്ട് മദ്യം നിരോധിച്ചാൽ മദ്യം മുസ്ലിങ്ങൾ കുടിക്കാൻ മതി. അതേസമയം അടിമത്തം നിരോധിക്കുമ്പോൾ ഈ അടിമ മറ്റുള്ളവരുടെ അടിമയായി മാറുകയാണ് ചെയ്യുക സ്വാഭാവികമായിട്ടും. അങ്ങനെയാകുമ്പോ അടിമ വീക്ഷണത്തിൽ പോലും അടിമത്തം ഇസ്ലാം നിരോധിക്കുന്നത്, ഏകപക്ഷീയമായി നിരോധിക്കുന്നത് അത് അടിമക്ക് പ്രയാസകരമാണ് എന്നുള്ളതാണ് സത്യം. അതേസമയം ഇതില്ലാതാക്കാനുള്ള മാർഗങ്ങൾ ഉണ്ടാക്കുകയും ആ അടിമയെ സ്വയം പര്യാപ്താക്കുകയാണ് ഇസ്ലാം ചെയ്തത്. സ്വയം പര്യാപ്താക്കുക. അപ്പൊ അയാൾക്ക് സ്വാതന്ത്ര്യം വേണോ, ചോദിച്ചു വാങ്ങാനുള്ള അവസരം ഉണ്ടാക്കി. മുക്കാത്തബയിലൂടെ അവിടെ പറഞ്ഞല്ലോ, മുക്കാത്തബയിലൂടെ ചോദിച്ചു വാങ്ങാനുള്ള സൗകര്യം ഉണ്ടാക്കി. അതേപോലെ തന്നെ ദാനമായി കിട്ടാനുള്ള സൗകര്യം ഉണ്ടാക്കി. ഇതാണ് ഇസ്ലാം ചെയ്തത്. കൂടുതൽ വിവരത്തിന് ഈ വിഷയത്തിൽ സമഗ്രമായ ഒരു പഠനം ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഖുർആന്റെ മൗലികത എന്ന പുസ്തകത്തിൽ ഈ വിഷയം വളരെ സമഗ്രമായി അവതരിപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. സഹോദരന്മാരെ, ഇവിടെ ഈ പ്രോഗ്രാം അവസാനിക്കുകയാണ്. സമയത്ത് എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിം സുഹൃത്തുക്കളോട് സൂചിപ്പിക്കുവാനുള്ളത്, ഇത് ഒരു സത്യസന്ദേശത്തിന്റെ സമർപ്പണം എന്നുള്ള രൂപത്തിൽ സംഘടിപ്പിക്കപ്പെട്ട പ്രോഗ്രാമാണ്. ഇത് നിങ്ങൾക്ക് ഈ ജീവിതത്തെക്കുറിച്ച്, മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ, ആ ജീവിതത്തിൽ ചോദ്യം ചെയ്യപ്പെടും എന്നുള്ള വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കപ്പെട്ട ഒരു പ്രോഗ്രാമാണ്. അന്തിമ പ്രവാചകനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിനെ പൂർത്തീകരിക്കുകയും ലോകത്തിന് ഇസ്ലാമിനെ സമർപ്പിക്കുകയും ചെയ്ത് 23 വർഷക്കാലഘട്ടത്തിലെ പ്രവാചക ജീവിതത്തിന് ശേഷം ഈ ലോകത്തിൽ നിന്ന് വിട പറയുന്നതിന് മുൻപായി നടത്തിയ അവസാനത്തെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന് അവസാനം കുറിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്, ഈ സന്ദേശം എത്തിയവർ എത്താത്തവർക്ക് എത്തിച്ചു കൊടുക്കട്ടെ എന്നാണ്. ആ പ്രവാചകന്റെ നിർദ്ദേശത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി സംഘടിപ്പിക്കപ്പെട്ട പ്രോഗ്രാമാണിത്. സഹോദരങ്ങളെ, നമ്മളെല്ലാവരും പടച്ചതമ്പുരാന്റെ കോടതിയിൽ നാളെ ഹാജരാക്കപ്പെടും. അവിടെ വെച്ച് ഈ സന്ദേശത്തിന്റെ വാഹകരായി നിങ്ങളുടെ അടുക്കൽ ആരെങ്കിലും എത്തിയിട്ടുണ്ടായിരുന്നുവോ എന്ന് ചോദ്യം ചെയ്യപ്പെടും. സർവേശ്വരനായ തമ്പുരാൻ അല്ലാഹു സാക്ഷിയാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ ഓരോരുത്തരും സാക്ഷിയാണ്. ഞങ്ങളുടെ ദുർബലമായ കഴിവുകൾ ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ ഈ സന്ദേശം നിങ്ങളുടെ മുന്നിൽ സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്, പഠിക്കേണ്ടത് നിങ്ങളാണ്, അറിയേണ്ടത് നിങ്ങളാണ്. പഠിക്കുക, അറിയുക, മനസ്സിലാക്കുക. കൂടുതൽ പഠിക്കാൻ നിച്ച് ഓഫ് ട്രൂത്തിന്റെ കേന്ദ്രങ്ങളെ നിങ്ങൾക്ക് സമീപിക്കാവുന്നതാണ്. എറണാകുളത്താണ് അതിന്റെ കേന്ദ്രം. കോഴിക്കോട്, ഇവിടെ അടുത്ത് കോഴിക്കോട് തന്നെ നിങ്ങൾക്ക് സമീപിക്കാൻ പറ്റുന്ന നിച്ച് ഓഫ് ട്രൂത്തിന്റെ കേന്ദ്രമുണ്ട്. ഞങ്ങൾക്ക് എഴുതാവുന്നതാണ്. കൂടുതൽ അറിയുക, പഠിക്കുക, മനസ്സിലാക്കുക. പിന്നെ മുസ്ലിം സുഹൃത്തുക്കളോട് നേരത്തെ ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഈ സന്ദേശം മറ്റുള്ളവർക്ക് എത്തിക്കുക എന്ന ഉത്തരവാദിത്വം നിർവഹിക്കാൻ നമ്മൾ ഓരോരുത്തരും സന്നദ്ധമാവുക. അതല്ലെങ്കിൽ പടച്ചതമ്പുരാന്റെ കോടതിയിൽ നമുക്കെതിരെ നമ്മുടെ അയൽവക്കക്കാരനായ, നമ്മോടൊപ്പം ജോലി ചെയ്യുന്നവനായ, നമ്മളോടൊപ്പം പഠിക്കുന്നവനായ അമുസ്ലിം സുഹൃത്ത് നമുക്കെതിരെ സാക്ഷി നിൽക്കുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകും.
അതുകൊണ്ട് ഈ സന്ദേശം എത്തിക്കുവാൻ നമ്മൾ പരമാവധി പരിശ്രമിക്കുക. അതിനും നിങ്ങൾക്ക് നിച്ച് ഓഫ് ട്രൂത്തുമായി സഹകരിക്കാവുന്നതാണ്. നിച്ചിന്റെ പ്രവർത്തനങ്ങൾ, ഇതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി സഹകരിക്കാവുന്നതാണ്. ഈ രംഗത്ത് ഇസ്ലാമിനെതിരെ വരുന്ന വിമർശനങ്ങളെ അതിന്റെ അടിവേരിൽ നിന്ന് കണ്ടെത്തുകയും അതിന് മറുപടി നൽകുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി പുറത്തിറക്കിക്കൊണ്ടിരിക്കുന്ന സ്നേഹസംവാദം മാസിക, നിച്ച് ഓഫ് ട്രൂത്തിന്റെ ഒരു ഗിഹ്വയായി പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുന്ന സ്നേഹസംവാദം മാസിക ഇസ്ലാമിക പ്രബോധന രംഗത്ത് സജീവമാകണമെന്ന് ഉദ്ദേശിക്കുന്നവർ തങ്ങളും അതോടൊപ്പം തന്നെ തങ്ങളുടെ സുഹൃത്തുക്കളായ മുസ്ലിം സുഹൃത്തുക്കളെ കൊണ്ടും അത് വായിപ്പിക്കുവാൻ ആവശ്യമായ സംവിധാനങ്ങൾ ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു. അതിനാവശ്യമായ സൗകര്യങ്ങൾ നമ്മുടെ കൗണ്ടറിൽ ലഭ്യമാണ്. നിങ്ങളെല്ലാവരും ഈ കൊച്ചു കൂട്ടായ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പ്രത്യേകമായി അഭ്യർത്ഥിക്കുകയാണ്. നാഥ, സർവശക്തനായ തമ്പുരാനെ, ഞങ്ങളിവിടെ കൂടിയിരുന്നത് പോലെ നാളെ നിന്റെ അനുഗ്രഹങ്ങളുടെ ഭവനത്തിൽ സ്വർഗ്ഗലോകത്തിൽ ഞങ്ങൾക്ക് ഇതേപോലെ കൂടിയിരിക്കാൻ, സന്തോഷത്തോടു കൂടി കൂടിയിരിക്കാൻ നീ അനുഗ്രഹങ്ങൾ നൽകി ഞങ്ങളെ ആദരിക്കണമേ തമ്പുരാനെ. ഞങ്ങളുടെ കർമ്മങ്ങളിൽ അഹങ്കാരവും ലോകമാന്യവും കടന്നുകൂടി കർമ്മങ്ങളെല്ലാം നഷ്ടപ്പെട്ട് അവസാനം നരകത്തിലേക്ക്, നിന്റെ ശാപകോപതാപങ്ങൾക്ക് വിധേയമായ ആളുകളെ നയിക്കുന്ന നരകത്തിലേക്ക് ഞങ്ങളെ ആരെയും അയക്കപ്പെടുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകല്ലേ തമ്പുരാനെ. നാഥ, സർവ്വലോക രക്ഷിതാവായ തമ്പുരാനെ, ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളുടെ രംഗത്ത് നേരിടുന്ന പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലുമെല്ലാം പരിശുദ്ധ ഖുർആനും പ്രവാചക സുന്നത്തും അതോടൊപ്പം തന്നെ സലഫ് സാലിഹുകളുടെ മാർഗരേഖയും സലഫ് സാലിഹുകളുടെ മൻഹജും അനുസരിച്ചു കൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ, അതിൽ നിന്ന് ഒരു അളവ് പോലും വ്യതിചലിക്കാതെ മുന്നോട്ട് പോകാൻ, അങ്ങനെ അവരെല്ലാവരും കടന്നുപോയ സ്വർഗത്തിന്റെ അവകാശികളാക്കി തീർക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ഈ കൊച്ചു പ്രബോധക കൂട്ടായ്മയെ ശത്രുക്കളുടെയും മിത്രങ്ങളുടെയും സകലവിധ ശത്രുതകളിൽ നിന്ന് നാഥ ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമേ തമ്പുരാനെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وآخر دعوانا أن الحمد لله رب العالمين. ഇസ്ലാമിക പ്രബോധനം ഓരോ മുസ്ലിമിന്റെയും ബാധ്യതയാണ്. ഈ ബാധ്യത നിർവഹിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കൂട്ടായ്മയാണ് നിച്ച് ഓഫ് ട്രൂത്ത്. നിച്ച് ഓഫ് ട്രൂത്ത് പ്രവർത്തനങ്ങൾ, ചോദ്യോത്തരത്തോടുകൂടിയ പൊതുപ്രഭാഷണങ്ങൾ, മതനേതാക്കളുമായി സ്നേഹസംവാദങ്ങൾ, സിജൻ ഇസ്ലാം കറസ്പോണ്ടൻസ് വോയിസ്, ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന ലഘുലേഖകളും പുസ്തകങ്ങളും, ഇസ്ലാം വിമർശനങ്ങൾക്ക് മറുപടി പറയുന്ന ഗ്രന്ഥങ്ങളും കാസറ്റുകളും, പ്രബോധനത്തിനു വേണ്ടി മാത്രമായി ഒരു ദൃശ്യ ശ്രാവ്യ മാധ്യമം ക്രിയേറ്റീവ് മീഡിയ, ഇസ്ലാമിക പ്രബോധനത്തിന് മാത്രമായി ഒരു ആനുകാലികം സ്നേഹസംവാദം മാസിക, ഇസ്ലാമിനെ കുറിച്ച് സത്യസന്ധവും ശാസ്ത്രീയവുമായ അറിവ് നൽകുന്ന ഇന്റർനെറ്റ് സൈറ്റ്, ലോക പ്രശസ്ത ഇസ്ലാമിക പ്രബോധകരുടെ കേസറ്റുകളുള്ള ലൈബ്രറി, പ്രബോധകർക്കായുള്ള റഫറൻസ് ലൈബ്രറി, പ്രബോധന പരിശീലന ക്യാമ്പുകൾ, ദഅവ വർക്ക്ഷോപ്പുകൾ, ഖുർആൻ പരിഭാഷാ വിതരണം, ഗ്രാമാന്തരങ്ങളിൽ ഇസ്ലാമിന്റെ സന്ദേശം എത്തിക്കാൻ മൊബൈൽ ദഅവ യൂണിറ്റ്, നേരിട്ട് ഇസ്ലാമിനെ മനസ്സിലാക്കാൻ നിച്ച് ഓഫ് ട്രൂത്ത് സെന്ററുകൾ. നാദാ, സത്യമത സന്ദേശകരണത്തിനു വേണ്ടിയുള്ള വിനീതമായൊരു സംരംഭമാണ് നീ ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തിന്റെ നിർവഹണത്തിനു വേണ്ടിയുള്ള എളിശ്രമം. ഇതൊരു പ്രതിഫലാർഹമായ പ്രവർത്തനമായി സ്വീകരിക്കണം. ആമീൻ.